എല്ലാ പ്രിയപ്പെട്ടവർക്കും കേൾക്കാൻ കഴിയുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ. ബഹുമാനിതരായ എല്ലാ ദൈവമക്കളെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഒരു പ്രഭാതം കൂടി സ്വർഗീയ ദൈവം കർത്താവിനെ ആരാധിക്കുന്നതിനും സ്തുതിക്കുന്നതിനുമായി നമുക്ക് തന്നു. അതിനു മുമ്പായി അല്പസമയം ദൈവവചനം പഠിക്കുന്നതിനായുള്ള ഒരു അവസരവും ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. നമ്മൾ പഠിച്ച് തുടങ്ങിയ കാര്യം ഒരു മിനിറ്റ് കൊണ്ടൊന്ന് നമുക്ക് അയവിറക്കാം. അതിശ്രേഷ്ഠനായ കർത്താവിനെ കുറിച്ച് നമ്മൾ 1-2 ക്ലാസ്സുകൾ എടുത്തു. ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അതിശ്രേഷ്ഠ പ്രമാണം എന്നുള്ളതാണ്. നമുക്കറിയാം ഇതൊരു അത്ഭുത ഗ്രന്ഥമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ എന്ന് നമുക്കറിയാം. എന്നാൽ ഇത് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ് എന്ന് പുറമേ ഉള്ളവർ പറയുമ്പോൾ അതങ്ങനെയല്ല. ഇതൊരു അത്ഭുത ഗ്രന്ഥമാണ് എന്ന് പുറമേ ഉള്ളവരോട് പറഞ്ഞു കൊടുക്കുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങളോട് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് നമ്മൾ ഈ കാര്യങ്ങളെ പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചെറിയ കുറിപ്പായിട്ട് ഇത് എഴുതിയെടുക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ച് തുടങ്ങിയത് ഇത് അമാനുഷികമാണ്. അമാനുഷികം എന്ന് പറഞ്ഞാൽ മനുഷ്യനിർമ്മിതമല്ല എന്നുള്ളതിന്റെ തെളിവുകളാണ്. അതിന്റെ ഒന്നാമത്തെ പോയിന്റ് ഇതിനുള്ള അമാനുഷികമായ യോജിപ്പ്, അത് നമ്മൾ എഴുതി പഠിച്ചു. അമാനുഷികമായ യോജിപ്പ്. 2, ഇതൊരു പ്രവചന ഗ്രന്ഥമാണ്. അതാണ് ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രവചന ഗ്രന്ഥമാണ്. ഈ പ്രവചന ഗ്രന്ഥമാണ് എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട ചില തെളിവുകൾ, അതിലെ എയും ബിയും നമ്മൾ പഠിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. എ എന്ന് പറയുന്നത് യേശുവിന്റെ ജനനത്തെ കുറിച്ചുള്ള പ്രവചനം. എല്ലാവർക്കും കാണാപ്പാടം അറിയേണ്ടതായ 2 പ്രവചനമാണ് നമ്മൾ പഠിച്ചത്. യെശയ്യാവ് 7:14, മീഖ 5:2. ഇത് മാത്രമല്ല, യേശുവിന്റെ ജനനത്തെ കുറിച്ച് ഒരുപാട് പ്രവചനങ്ങളുണ്ട്. എന്നാൽ വളരെ പ്രധാനപ്പെട്ടതും ചരിത്രപരമായി രേഖപ്പെടുത്തിയിട്ടുള്ളതുമായ വളരെ പ്രധാനപ്പെട്ട 2 പ്രവചനങ്ങൾ മാത്രമാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നോക്കിയത്. അതിന്റെ 2ന്റെ ബി കൂടെ നമ്മൾ നോക്കി. യെരുശലേമിന്റെ തകർച്ച. യെരുശലേമിന്റെ തകർച്ചയെ കുറിച്ച് പറയുമ്പോൾ അത് കർത്താവ് നേരിട്ട് പറഞ്ഞൊരു കാര്യമാണ്. നമ്മൾ പഠിച്ചു. അത് AD 30 യേശു കർത്താവിന്റെ ക്രൂശീകരണം നടന്നത്. ക്രൂശീകരണത്തിന് മുമ്പായി യേശു തന്നെ നേരിട്ട് പറഞ്ഞതാണ്, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ യെരുശലേം ദേവാലയം തകർന്നു പോകും എന്നുള്ളത് യേശു കർത്താവ് തന്നെ നേരിട്ട് പറഞ്ഞ കാര്യമാണ്. മത്തായിയുടെ സുവിശേഷത്തിലൊക്കെ അത് ഉണ്ട്. മത്തായി 24:2 അത് അക്ഷരം പ്രതി അങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചരിത്ര പുസ്തകത്തിലെ എല്ലാ പുസ്തകവും ഇന്നലെ കൂടെ ഞാൻ ഇത് ചരിത്രത്തിലുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് നെറ്റിലൊന്ന് അടിച്ചു നോക്കി. യെരുശലേം ഡിസ്ട്രക്ഷൻ ഇൻ AD 70, AD 70 യെരുശലേം നാശത്തെ കുറിച്ച് ചരിത്രത്തിലുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒന്നുകൂടെ ഞാൻ ചെക്ക് ചെയ്തപ്പോ വളരെ കൃത്യമായിട്ട് എൻ്റെ അകത്തുകൊണ്ട് AD 70 റോമൻ സൈന്യാധിപനായിരുന്ന ടൈറ്റസ് വൻ സൈന്യത്തോടുകൂടി വന്ന് യെരുശലേമിനെ ഉപരോധിച്ച് ഒടുവിൽ യെരുശലേമിനെ പിടിച്ചടക്കി യെരുശലേം നഗരം തകർത്തു. യെരുശലേം ദേവാലയവും തകർത്തു. അത് AD 70 സംഭവിച്ചത്. അന്ന് റോമാ സാമ്രാജ്യത്വം ഭരിച്ചിരുന്നത് വെസ്പേഷ്യൻ ചക്രവർത്തിയാണ്. ഇതെല്ലാം നിങ്ങൾ അറിയാവുന്ന കാര്യമാണ്. എങ്കിലും അപ്പം വെസ്പേഷ്യൻ ചക്രവർത്തിയുടെ മകനായ ടൈറ്റസ് ആണ് യെരുശലേമിലേക്ക് വന്ന് യെരുശലേം നഗരം ഇടിച്ചു നിരത്തിയത്. അതിനെക്കുറിച്ച് ഞാനിങ്ങനെ വായിച്ചപ്പോൾ മനസ്സിലാക്കുന്നത്, കല്ലിന്മേൽ കല്ലെന്ന് പറഞ്ഞാൽ ഒരു കല്ലിന് മുകളിൽ മറ്റൊരു കല്ലുണ്ടാകാത്ത വിധം. കർത്താവ് പറഞ്ഞ ആ പ്രവചനം മറന്നു പോകരുതേ. ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണേ. കണ്ടോ, യേശു കർത്താവ് തന്റെ മരണത്തിന് മുമ്പായി പ്രവചിച്ചു. അതിന് കർത്താവിന്റെ മരണത്തിന് ശേഷം ഏതാണ്ട് 40 വർഷത്തിന് ശേഷം AD 70 റോമൻ ചക്രവർത്തി തന്റെ സൈന്യവുമായി വന്ന് യെരുശലേം പിടിച്ചെടുത്ത് യെരുശലേം നശിപ്പിച്ചു. യെരുശലേം ദേവാലയവും നശിപ്പിച്ചു, സമ്പൂർണമായി നശിപ്പിച്ചു. ആ ദേവാലയത്തിന് വലിയ കല്ലുകൾ മാറ്റി, ഒരുപക്ഷെ സ്വർണം തീ വെക്കുക ചെയ്ത്, യെരുശലേം ദേവാലയത്തിന് തീ വെക്കുക ചെയ്ത്. തീ വെച്ചപ്പോ സ്വർണവും വെള്ളിയും ഒക്കെ ഉരുകി ഈ വലിയ പടുകൂറ്റൻ കല്ലുകൾക്കിടയിലേക്ക് ഉരുകി ഇറങ്ങി. അത് എടുക്കാൻ വേണ്ടി കൂടെ ആയിരിക്കണം
ഒരു കല്ല് മാറ്റി മറ്റൊരു കല്ലിനെ ഓരോ കല്ല് വീതം മാറ്റിയെടുത്തത്. അതാണ് കർത്താവിന്റെ ആ പ്രവചനം പൂർത്തിയായത്. ഇന്ന് യെരുശലേമിന് ചുറ്റും കെട്ടിയിരുന്ന മതിലുകളിൽ ഒരു ഭാഗം മാത്രം ഇന്നും അവശേഷിക്കുന്നു. ആർക്ക് ചെന്നാലും അവിടെ കാണാം. നിങ്ങൾ ചിലരെങ്കിലും അവിടെ പോയി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. യെരുശലേം ദേവാലയത്തിന്റെ ചുറ്റും ഉണ്ടായിരുന്ന മതിലിന്റെ ഒരു ഭാഗം മാത്രം ആണ് ഇന്ന് അവിടെ അവശേഷിക്കുന്നത്. ആ മതിലിന്റെ പേരാണ് വിലാപ മതിൽ. 2000 വർഷങ്ങളായിട്ട് യഹൂദന്മാർക്ക് നഷ്ടപ്പെട്ട ആ വിലാപ മതില് 1917 മുതലുള്ള യുദ്ധങ്ങളും ഏറ്റുമുട്ടലുകളും നടന്നുവെങ്കിലും 1948 ഇസ്രായേൽ രൂപീകൃതമായി, ആധുനിക ഇസ്രായേൽ ഉണ്ടായി. പക്ഷെ അവർക്ക് എന്നിട്ടും യെരുശലേം ആ ഭാഗം കിട്ടിയിരുന്നില്ല. അത് യോർദാന്റെ കയ്യിലായിരുന്നു. എന്നാൽ 1967 യുദ്ധത്തിലാണ് ഇസ്രായേൽ യെരുശലേം ദേവാലയം ഇരിക്കുന്ന ആ പ്രദേശങ്ങള് പിടിച്ച് അടക്കിയത്. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത സിയിലേക്ക് പോകുന്നു. 2ന്റെ സി. ഇത് തിരുവചനമാണ് എന്നുള്ളതിന്റെ തെളിവ്. 2ന്റെ സി എന്ന് പറയുന്നത് ദാനിയേൽ പ്രവചനമാണ്. ഒരു അത്ഭുത സംഭവമാണ് ദാനിയേൽ പ്രവചനം. എന്താ പറയാൻ കാരണം? അതിന്റെ 1-2 തെളിവുകൾ എഴുതിക്കോളൂ. ദാനിയേൽ പ്രവചനം എഴുതുന്നത് 6-ാം നൂറ്റാണ്ടിലാണ്. യേശുവിന് മുമ്പ് 6-ാം നൂറ്റാണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഈ ചരിത്ര സംഭവങ്ങളെ കുറിച്ച് ഏതാണ്ട് ഒരു ധാരണ ഉണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. BC എന്ന് പറയുന്നത് ബിഫോർ ക്രൈസ്റ്റ്. അത് പുറകോട്ടാണ് എണ്ണുന്നത്. BC 586 എന്ന് പറഞ്ഞ വർഷത്തിന്റെ അടുത്ത വർഷം ഏതാ? BC 585. അങ്ങനെയാണ് എണ്ണുന്നത് കേട്ടോ. BC 4ന്റെ അടുത്ത വർഷം ഏതാന്ന് ചോദിച്ചാൽ BC 3 ആണ്. അങ്ങനെയാണ് അത് എണ്ണുന്നത്. ഓക്കെ, അപ്പം യേശു കർത്താവിന് 6 നൂറ്റാണ്ട് മുമ്പാണ് ദാനിയേൽ പ്രവചിക്കുന്നത്. ഇനി ആ ദാനിയേൽ പ്രവചനം ഒന്ന് എടുത്ത് എല്ലാവരും അതിന്റെ അത്ഭുതം എന്താന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ദാനിയേൽ പ്രവചനം എടുക്കുക. ദാനിയേൽ പ്രവചനം 8-ാം അധ്യായം എടുക്കുക. സോറി, എന്റെ തൊണ്ട ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല. അപ്പൊ ഒന്ന് വായിച്ച് 8-ാം അധ്യായം എടുത്തേ. 8-ാം അധ്യായം എടുത്തിട്ട് അതിന്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. ദാനിയേൽ പ്രവചനം 8-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. കോലാട്ടുകൊറ്റൻ ഏറ്റവും വലുതായി തീർന്നു, എന്നാൽ അത് ബലപ്പെട്ടപ്പോൾ വലിയ കൊമ്പ് തകർന്നുപോയി. മതി, ഇനി നിർത്തണം. എന്നിട്ട് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കണം. ദാനിയേൽ പ്രവചനം 6-ാം നൂറ്റാണ്ടിൽ എഴുതി, BC 6-ാം നൂറ്റാണ്ടിൽ എഴുതി എന്ന് നിങ്ങളവിടെ എഴുതി വെക്കണം. എന്നിട്ട് ഒരു കോലാട്ടുകൊറ്റനെ കുറിച്ചുകൂടെ പറയുന്നു. കോലാട്ടുകൊറ്റൻ എന്ന് പറയുന്നത് ഗ്രീസ് സാമ്രാജ്യത്തെ കുറിച്ചാണ്. ഗ്രീസ് എന്ന് കേട്ട് കാണും, ഇപ്പോഴും ഉണ്ട് ആ രാജ്യം. അതാണ് കോലാട്ടുകൊറ്റൻ. ആട്ടുകൊറ്റൻ എന്ന് മോളി പറഞ്ഞിരിക്കുന്നത് പേർഷ്യയെ കുറിച്ചാണ്. ഈ കോലാട്ടുകൊറ്റൻ ഏറ്റവും വലുതായി തീർന്നു, എന്നാൽ അത് ബലപ്പെട്ടപ്പോൾ വലിയ കൊമ്പ് തകർന്നുപോയി. ഗ്രീസ് സാമ്രാജ്യത്തിലെ വലിയ കൊമ്പ് തകർന്നു പോയെന്ന്. ഗ്രീസ് സാമ്രാജ്യം ഭരണത്തിൽ വരുമെന്ന് ദാനിയേൽ പറയുന്നത് 200 കൊല്ലം മുമ്പ്. ഒന്ന് എഴുതിക്കൂ. ദാനിയേൽ ഗ്രീക്ക് സാമ്രാജ്യം ഭരണത്തിൽ വരുമെന്ന് 200 കൊല്ലം മുമ്പാണ് പ്രവചിക്കുന്നത്. എന്താ കാരണം? ഗ്രീക്ക് സാമ്രാജ്യം നിലവിൽ വരുന്നത് BC 4-ാം നൂറ്റാണ്ടിലാണ്. ഈ പ്രവചനം നടക്കുന്നത് BC 6-ാം നൂറ്റാണ്ടിലാണ്. അതാണ് അത്ഭുതം പറഞ്ഞത്. ദാനിയേൽ 200 കൊല്ലം മുമ്പ് പ്രവചിക്കുകയാണ് ഗ്രീക്ക് സാമ്രാജ്യത്തെ കുറിച്ച്. ഓക്കെ, അതിലെ വലിയ കൊമ്പ് ഉണ്ടോ? വലിയ കൊമ്പെന്നുള്ളത് ആരാ? നിങ്ങള് പ്രവചന പുസ്തകം പഠിക്കുന്നവരെ അല്പമെങ്കിലും പഠിപ്പിച്ചു കാണുമായിരിക്കും. ഈ വെളിപ്പാട് പുസ്തകമൊക്കെ പഠിച്ച് ചേർന്ന് പഠിക്കുന്നതാണോ വെളിപ്പാടും ദാനിയേലും ഒക്കെ? നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. എങ്കിലും എഴുതിക്കൂ. വലിയ കൊമ്പെന്ന് പറയുന്നത് അലക്സാണ്ടർ ചക്രവർത്തിയാണ്. ഗ്രീസ് സാമ്രാജ്യം സ്ഥാപിച്ചത് അലക്സാണ്ടർ ചക്രവർത്തിയാണ്. ഗ്രീസ് രാജ്യം നേരത്തെ ഉണ്ടായിരുന്നു. അത് അലക്സാണ്ടറുടെ പിതാവായ ഫിലിപ്പ് രാജാവാണ് ഗ്രീക്ക് രാജ്യം ഉണ്ടാക്കുന്നത്. പക്ഷെ അത് സാമ്രാജ്യമായി അനേക രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ച് ഒരു മഹാസാമ്രാജ്യമായി ഉണ്ടാക്കിയത് അലക്സാണ്ടർ ചക്രവർത്തിയാണ്. അലക്സാണ്ടർ ചക്രവർത്തി ജീവിച്ചിരുന്നത് BC 4-ാം നൂറ്റാണ്ടിലാണ്. അദ്ദേഹം മരിക്കുന്നത് BC 323-ലാണ്.
BC 323 അലക്സാണ്ടർ ചക്രവർത്തി മരിക്കുന്നത്. ആ കാര്യം അവിടെ പറഞ്ഞത് കണ്ടോ, വലിയ കൊമ്പ് തകർന്നു പോയി എന്ന്. അതിലെന്താ അത്രേ ചരിത്രം നമ്മൾ പഠിച്ചപ്പോ പറഞ്ഞു, ചരിത്രം എന്ന് പറയുന്നത് പിന്നീട് എഴുതുന്നതാണ്. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്നത് പ്രവചനമാണ്. 200 കൊല്ലം മുമ്പ് ദാനിയേൽ എഴുതിയത് വലിയ കൊമ്പ് തകർന്നു പോയി എന്ന് പറഞ്ഞാൽ അലക്സാണ്ടറുടെ മരണത്തെക്കുറിച്ച് 200 കൊല്ലം മുമ്പ് എഴുതി. അതാണ് അത്ഭുതം. എന്നിട്ട് ഇത് നമ്മുടെ മക്കൾക്ക്, സ്കൂളിലും കോളേജിലും പഠിക്കുന്ന മക്കളെ, നിങ്ങൾക്ക് ഇതിൽ വിശ്വാസമില്ലെങ്കിൽ ഇതൊന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് ചരിത്രം ഒന്ന് എടുത്തു നോക്കാൻ അവർക്ക് നെറ്റ് നോക്കാൻ അറിയാമല്ലോ. 5ാം ക്ലാസ് മുതൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നെറ്റിലെ ഹിസ്റ്ററി എടുത്തു നോക്കാൻ അറിയാം. അലക്സാണ്ടർ ഏത് കാലത്ത് ജീവിച്ചിരുന്നു, അലക്സാണ്ടർ മരിച്ചത് ഒക്കെ ഈ ചരിത്രത്തിലുണ്ട്. ആ കാര്യമാണ് നെബൂഖദ്നേസറിന്റെ കാലത്തുള്ള ദാനിയേൽ രാജാവ് ദാനിയേൽ പ്രവാചകൻ എഴുതിയിരിക്കുന്നത്. ഇനി അടുത്ത വാക്യം കൂടെ വായിച്ചു. ഇപ്പൊ വായിച്ചതിന്റെ ബാക്കി വായിച്ചേ. അതിനു പകരം ആകാശത്തെ 4 കാറ്റിന് നേരെ ഭംഗിയുള്ള 4 കൊമ്പ് മുളച്ചു വന്നു. അത് ഒന്ന് നിർത്ത, ഒരു സെക്കൻഡ് അതിനെ കുറിച്ച് എഴുതാം. ഇതെന്താ ഈ വലിയ കൊമ്പ് തകർന്നതിന് ശേഷം വന്ന 4 കൊമ്പ്? രാജാക്കന്മാർ. വളരെ ക്ലിയർ ആണ്. അലക്സാണ്ടർ ചക്രവർത്തി മരിക്കുമ്പോ അനന്തരാവകാശികളില്ല. പകരം അലക്സാണ്ടറുടെ സാമ്രാജ്യം 4ആയി വിഭജിച്ചു. 4 സൈന്യാധിപന്മാര് അലക്സാണ്ടറുടെ സാമ്രാജ്യം വീതിച്ചെടുത്തു. അതാ പറഞ്ഞ 4 കൊമ്പ് മുളച്ചു വന്നത്. അപ്പൊ നിങ്ങള് വിശദീകരിച്ച് എഴുതണ്ട. 4 കൊമ്പ്, 4 രാജാക്കന്മാർ അല്ലെങ്കിൽ 4 സൈന്യാധിപന്മാർ എന്ന് എഴുതിയാൽ മതി. ഉദാഹരണത്തിന് വടക്കൻ ദേശം സെല്യൂക്കസ്, തെക്കൻ പ്രദേശം ടോളമി, നമ്മുടെ ഈജിപ്ത് ടോളമി, അങ്ങനെ ഗ്രീസും മാസഡോണിയയും, ഇങ്ങനെ 4 ഭാഗമായി ഈ അലക്സാണ്ടറുടെ സാമ്രാജ്യം. അതായത് ഒന്ന് വേണമെങ്കിൽ എഴുതിക്കോ, സിറിയ, വടക്ക് സിറിയ, തെക്ക് ഈജിപ്ത്, വടക്ക് സിറിയ, തെക്ക് ഈജിപ്ത്, കിഴക്ക് ത്രേസ്, പടിഞ്ഞാറ് മാസിഡോണിയ, ഇങ്ങനെ 4ആയിട്ട് വിഭജിച്ച കാര്യമാണ് 4 കൊമ്പ് മുളച്ചു വന്നു എന്ന് പറഞ്ഞത്. അത് ഹിസ്റ്ററിയിലുണ്ട് കേട്ടോ. എവിടെയെങ്കിലും അലക്സാണ്ടറുടെ ചരിത്രം പഠിക്കുന്ന ഹിസ്റ്ററിയില് പിള്ളേരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും 4 കൊമ്പ് മുളച്ചു വന്നു. ഈ 9ാമത്തെ വാക്യം കൂടെ വായിച്ചേ. അവയിൽ ഒന്നിൽ നിന്ന് ഒരു ചെറിയ കൊമ്പ് പുറപ്പെട്ടു. അത് തെക്കോട്ടും കിഴക്കോട്ടും മനോഹര ദേശത്തിന് നേരെയും ഏറ്റവും വലുതായി തീർന്നു. അതുകൂടെ എന്താന്ന് എഴുതിക്കോ. ഈ 4 കൊമ്പിൽ നിന്ന് ഒരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു. അതുകൂടെ എഴുതുക. വളരെ ലളിതമായി മനസ്സിലാക്കാൻ വേണ്ടിയാ. ആരെങ്കിലും പഠിച്ചവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ്, ആരായിരിക്കും ഈ ചെറിയ കൊമ്പ്? അത് ആന്റി ക്രൈസ്റ്റ് ആണ്, എതിർ ക്രിസ്തു. അപ്പൊ ഈ എതിർ ക്രിസ്തു വരാൻ സാധ്യത ഈ 4 പ്രദേശങ്ങളിൽ നിന്നാണ്. അതായത് ഗ്രീസിന്റെ കീഴിലുണ്ടായിരുന്ന, അലക്സാണ്ടറുടെ കീഴിലുണ്ടായിരുന്ന ഈ 4 പ്രദേശങ്ങളിൽ നിന്നാണ് എതിർ ക്രിസ്തു വരാൻ സാധ്യത. ചെറിയ കൊമ്പ് എതിർ ക്രിസ്തു എന്നോടെ കുറിച്ച് വെച്ചാൽ മതി കേട്ടോ. ബാക്കി നമുക്ക് മുമ്പോട്ട് പോയ സമയമില്ലാത്തത് കൊണ്ട്. ഇനി ഈ പറഞ്ഞിരിക്കുന്നത് ഈ വലിയ കൊമ്പും ചെറിയ കൊമ്പും ഒക്കെ ഗ്രീസിനെ കുറിച്ച് പറഞ്ഞെന്നുള്ളതിന് എന്താ തെളിവ്? അത് ചിലപ്പോൾ യുക്തിവാദികൾ ചോദിക്കും. ആ തെളിവ് കൂടെ എഴുതിക്കൂ. ദാനിയേൽ 8:21-22. ദാനിയേൽ 8:21-22 വായിക്കാൻ സമയമില്ല. അവിടെ എഴുതിയിട്ടുണ്ട് യവനരാജ്യം എന്ന് വളരെ കൃത്യമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ ബൈബിളിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഈ പറഞ്ഞിരിക്കുന്ന യവനരാജ്യത്തെ കുറിച്ചാണ് എന്ന്. ഓക്കെ, അപ്പൊ നമ്മളിപ്പം പഠിക്കുന്നത് സി ആണ്, ദാനിയേൽ പ്രവചനം. ദാനിയേൽ പ്രവചനത്തിൽ തന്നെ ഒരു കാര്യം കൂടി എഴുതിക്കും, കോരസിനെ കുറിച്ചുള്ള പ്രവചനം. യെശയ്യാ 44:28 വായിക്കാൻ സമയമില്ല, നമുക്ക് പിന്നെ സമയം ഉണ്ടെങ്കിൽ വായിക്കാം. കോരസിനെ കുറിച്ച് പ്രവചിക്കുന്നത് 100 കൊല്ലം മുമ്പാണ്. യെശയ്യാവ് കോരസിനെ കുറിച്ച് 100-ലധികം വർഷങ്ങൾക്ക് മുമ്പാണ് യെശയ്യാവ് പ്രവചിക്കുന്നത്.
കോരശിനെ കുറിച്ച് 44:28. ഓക്കെ. അപ്പം ദാനിയേൽ പ്രവചനത്തിലെ ഈ പ്രവചനം നിങ്ങൾ എഴുതിയല്ലോ. അടുത്ത ഡി നിങ്ങൾ ഇത്ര മാത്രം എഴുതിയാൽ മതി. ഡിയില് ദാനിയേൽ പ്രവചനത്തിൽ തന്നെ 4 സാമ്രാജ്യങ്ങളെ കുറിച്ച് എഴുതുന്നു. ഏതൊക്കെയാ 4 സാമ്രാജ്യം? നിങ്ങൾക്ക് അറിയാം, ആ പ്രതിമയുടെ കാര്യമൊക്കെ. ബാബിലോൺ, മേദ്യ പേർഷ്യ, ഗ്രീക്ക്, റോമൻ. നിങ്ങളോട് പറയാം, ബാബിലോൺ, മേദ്യ പേർഷ്യ, ഗ്രീക്ക്, റോമൻ. ഈ 4 സാമ്രാജ്യങ്ങളെ കുറിച്ചും ദാനിയേല് പ്രവചനത്തിൽ എഴുതുന്നു. അപ്പൊ അതിലെന്താ അത്ര അത്ഭുതം? പിള്ളേർ ചോദിക്കും. അത്ഭുതം എന്ന് പറയുന്നത്, ദാനിയേൽ ഇത് എഴുതുമ്പോ ബാബിലോൺ സാമ്രാജ്യം മാത്രമേ നിലവിലുള്ളൂ. ദാനിയേൽ എഴുതുമ്പോൾ ബാബിലോൺ മാത്രമേ നിലവിലുള്ളൂ. പിന്നീട് 200 കൊല്ലം കഴിഞ്ഞ് മേദ്യ പേർഷ്യ വരുന്നു, പിന്നെയും നൂറ്റാണ്ട് കഴിഞ്ഞ് ഗ്രീക്ക് വരുന്നു, പിന്നെയും നൂറ്റാണ്ട് കഴിഞ്ഞാണ് റോമൻ വരുന്നത്. ഇതെല്ലാം ദാനിയേൽ തന്റെ പ്രവചനത്തിൽ എഴുതിയിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടിയാ ഇത്രയും പറഞ്ഞു കേട്ടോ. ഓക്കെ, മുമ്പോട്ട് പോകാം. ഇപ്പൊ നമ്മുടെ വിഷയം ഓർത്തിരുന്നു, ഇടയ്ക്കിടയ്ക്ക് ഓർക്കണം, ഇത് പ്രവചന ഗ്രന്ഥമാണെന്നുള്ളതിന്റെ തെളിവാണ്. അടുത്ത 2 യെശയ്യാവ് 39:5 മുതൽ 7 വരെ ഒന്ന് വായിച്ച്. യെശയ്യാവ് 39:5 മുതൽ 7 ആദ്യം എഴുതുക, എന്നിട്ട് പിന്നെ വായിക്കുക. ബാബേൽ പ്രവാസത്തെ കുറിച്ചുള്ള ഒരു പ്രവചനമാണ് യെശയ്യാവ് നടത്തിയത്. സാവകാശം എല്ലാവരും എടുത്തതിന് ശേഷം വായിക്കുക. യെശയ്യാവ് 39:5 മുതൽ 7 വരെ. അപ്പോൾ യെശയ്യാവ് ഹിസ്കിയാവിനോട് പറഞ്ഞത്, ആരോട് പറഞ്ഞു? ഹിസ്കിയ രാജാവിനോട് പറയാ. സൈന്യങ്ങളുടെ യഹോവയുടെ വചനം കേട്ടുകൊള്ളുക. നിന്റെ രാജധാനിയിൽ ഉള്ളതൊക്കെയും നിന്റെ പിതാക്കന്മാർ ഇന്ന് വരെ ശേഖരിച്ചു വെച്ചിട്ടുള്ളതും ഒട്ടൊഴിയാതെ ബാബിലോണിലേക്ക് എടുത്തുകൊണ്ട് പോകുന്ന കാലം വരുന്നു. ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ട് പോകുമെന്ന്. അതായത് ഹിസ്കിയ രാജാവിന്റെ അരമനയിലുള്ളത്, കൊട്ടാരത്തിലുള്ളത്, ദേവാലയത്തിലുള്ളത് എല്ലാം കൂടെ ബാബിലോണിലേക്ക് കൊണ്ടുപോകുമെന്ന്. യെരുശലേമിന്റെ ആദ്യ തകർച്ചയെ കുറിച്ച്, യെരുശലേം നഗരം തകർക്കപ്പെടുന്നതിനെ കുറിച്ച്, ഒന്നാമത്തെ ദേവാലയം തകർക്കുന്നതിനെ കുറിച്ചുള്ള ഈ പ്രവചനം യെശയ്യാവ് എഴുതിയിരിക്കുന്നത് 100 കൊല്ലം മുമ്പാണ്. ഏതിന്റെ 100 കൊല്ലം മുമ്പ്? യെരുശലേം തകർക്കപ്പെടുന്നതിന്റെ 100 കൊല്ലം മുമ്പാണ് യെശയ്യാവ് ഇത് എഴുതിയിരിക്കുന്നത്. ഏകദേശമാണ് ഈ 100 കൊല്ലം എന്നൊക്കെ പറയുന്നത് കേട്ടോ. ബാബേൽ പ്രവാസം ആരംഭിക്കുന്നത്, ബാബേലിലേക്ക് ഇറങ്ങി ബാബിലോണിയയിലേക്ക് നെബൂഖദ്നേസർ വന്ന് യെരുശലേമിലെ ആളുകളെ കൊലപ്പെടുത്തി, അനേകായിരം പേരെ കൊലപ്പെടുത്തി. ആദ്യ ദേവാലയം, അതായത് നമ്മുടെ സോളമൻ നിർമ്മിച്ച ആദ്യ ദേവാലയം ഇടിച്ച് തകർത്ത് അവരെ തടവുകാരായി, നമ്മുടെ ദാനിയേലിനെയും ശദ്രക്ക് മേശക്കിനും ഇവരൊക്കെ തടവുകാരായി പിടിച്ചുകൊണ്ട് പോയ സംഭവം നടക്കുന്നത് BC 586 BC 586. അപ്പൊ ഈ BC 586 എന്നുള്ള ചില പുസ്തകത്തിൽ BC 587 ഒക്കെ കാണും. അതിനൊരു സംശയവും ഇല്ല, അത് ചരിത്രത്തിലുള്ളതാ കേട്ടോ. നെബൂഖദ്നേസർ യെരുശലേമിനെ ആക്രമിച്ച വർഷം അടിച്ചു നോക്കിയാൽ കിട്ടും, BC 586 അല്ലെങ്കിൽ 587. അങ്ങനെ ഒരു വർഷത്തെ വ്യത്യാസം പലരും എഴുതാൻ കാരണം, ദീർഘമാസങ്ങൾ, ഒരു വർഷത്തോളം തന്നെ യെരുശലേം ടെമ്പിള് അല്ലെങ്കിൽ യെരുശലേം നഗരം ബാബിലോണിയക്കാർ ചുറ്റും ഉപരോധിച്ചതിന് ശേഷമാണ് പിടിച്ചെടുക്കുന്നത്. അതുകൊണ്ടായിരിക്കണം ഈ 586 എന്നുള്ളത് ചില പുസ്തകത്തിൽ 587 എന്നും കാണുന്നു. നമ്മൾ എന്തിനാ ഇത് പഠിക്കുന്നത്? 100 കൊല്ലം മുമ്പാണ് യെശയ്യാവ് ഇത് പ്രവചിച്ചത്. ബാബേൽ പ്രവാസത്തെ കുറിച്ച് യെശയ്യാവിന്റെ പ്രവചനം 100 വർഷം മുമ്പ് എന്ന് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. എന്നിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മുമ്പില്, നമ്മുടെ യുക്തിവാദികൾക്ക് മുമ്പില് നിങ്ങൾ ഈ യെരുശലേമിന്റെ നാശത്തെ കുറിച്ച് വായിച്ചിട്ടില്ലയോ എന്നും പറഞ്ഞ് നമുക്കിത് അവതരിപ്പിക്കാൻ വേണ്ടിയാ കേട്ടോ. അപ്പൊ ഇനി അതിന്റെ F, ഏതിന്റെ? 2ന്റെ F ആണ് ഈ പറയുന്നത് കേട്ടോ. അഭിഷിക്തൻ ഛേദിക്കപ്പെടും. ദാനിയേൽ പ്രവചനം 2ന്റെ F എഴുതുക. അഭിഷിക്തൻ ഛേദിക്കപ്പെടും. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് ഈ അഭിഷിക്തൻ എന്നിവിടെ പറയുന്നതെന്ന്
പണ്ഡിതന്മാരെല്ലാവരും തന്നെ ഏകസ്വരത്തിൽ പറയുന്നു. അഭിഷിക്തൻ ഛേദിക്കപ്പെടുമെന്ന് എഴുതിയിരിക്കുന്നത് ദാനിയേൽ 9:25-26. നമ്മൾ സ്ഥിരമായി വായിക്കുന്ന ആയതുകൊണ്ട് വായിക്കുന്നില്ല, മുന്നോട്ട് പോകുന്നു. അതിനെക്കുറിച്ചൊക്കെ ധാരാളം ഉണ്ട്, ഇപ്പൊ പറയേണ്ട കാര്യമില്ല. എഫ് ആണ് ഇപ്പൊ പറഞ്ഞത്. ഇനി അടുത്ത G, 2-ന്റെ G, കുശവന്റെ നിലത്തെക്കുറിച്ച് പ്രവചനം. സക്കരിയ പ്രവചനം 11:12-13. സക്കരിയ 11:12-13. ആരെങ്കിലും ഒന്ന് പെട്ടെന്ന് എടുത്ത് വായിക്കണേ. സ്പീഡിലെടുക്കാൻ പറ്റുന്നവര് ഒന്ന് എടുത്തിട്ട് വായിച്ച്. കുലകുലമായി ദേശം കുലകുലമായി വെവ്വേറെ വിലപിക്കും. ദാവീദ് കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും, നാഥാൻ ഗൃഹത്തിന്റെ കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും, ലേവ്യ ഗൃഹത്തിന്റെ കുലം പ്രത്യേകവും അവരുടെ സക്കരിയാണോ? സക്കരിയ 11:12-13 ആണോ? അത് ആ ദിവസത്തിൽ തന്നെ മുറിഞ്ഞുപോയി. അങ്ങനെ എന്നെ നോക്കിക്കൊണ്ടിരുന്ന കൂട്ടത്തിൽ അരിഷ്ടതയേറിയവ അത് ദൈവത്തിന്റെ അരുളപ്പാടെന്ന് ഗ്രഹിച്ചു. ഞാൻ അവരോട്, നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ എന്റെ കൂലി തരുവിൻ, ഇല്ലെന്ന് വരികിൽ തരേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അവർ എന്റെ കൂലിയായി 30 വെള്ളിക്കാശ് തൂക്കി തന്നു. വായിച്ചു. 13 കൂടെ വായിച്ചു. എന്നാൽ യഹോവ എന്നോട്, അത് ഭണ്ഡാരത്തിൽ ഇട്ട് കളക, അവർ എന്നെ മതിച്ചിരിക്കുന്ന മനോഹരമായൊരു വില തന്നെയെന്ന് കൽപ്പിച്ചു. അങ്ങനെ ഞാൻ ആ 30 വെള്ളിക്കാശ് വാങ്ങിയ യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരത്തിൽ ഇട്ട് കളഞ്ഞു. കണ്ടോ, ഒരു പ്രവചനമാണതേ. സക്കരിയ പ്രവചനം 11:12-13 ഒരു പ്രവചനമാണ്. ആ പ്രവചനം നടന്നോ ഇല്ലയോ എന്നുള്ള അറിയേണ്ടി. സക്കരിയാവ് ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സക്കരിയാവ് പ്രവചിച്ചതാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തതിന്റെ വിലയായി 30 വെള്ളിക്കാശ് ഭണ്ഡാരത്തിൽ ഇട്ടു എന്നൊക്കെ പറയുന്നത് പ്രവചനമായിട്ട് പറഞ്ഞതാ. അത് സംഭവിച്ചോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി, ആ 30 വെള്ളിക്കാശിന്റെ കാര്യം നടന്നോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി എഴുതിക്കേ മത്തായി 27-ാം അധ്യായത്തിന്റെ 3 മുതൽ ഉള്ള വാക്യങ്ങൾ. എല്ലാം വായിക്കണ്ട, മത്തായി 27 എടുത്തേ. മത്തായി 27-ന്റെ അവനെ ശിക്ഷയ്ക്ക് വിധിച്ചുവെന്ന് അവനെ കാണിച്ചു കൊടുത്തു. 5 മുതൽ 4 വായിച്ചേ. 4. ഞാൻ കുറ്റമില്ലാത്തവൻ രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന് പറഞ്ഞു. അതിന് ഞങ്ങൾക്കത്ത് നീ തന്നെ നോക്കിക്കൊള്ളുക എന്ന് അവർ പറഞ്ഞു. അവൻ ആ വെള്ളിക്കാശ് മന്ദിരത്തിലെറിഞ്ഞിട്ട് ചെന്ന് കെട്ടിഞ്ഞാന്നു ചത്തുകളഞ്ഞു. മഹാപുരോഹിതന്മാർ ആ വെള്ളിക്കാശെടുത്ത്, ഇത് രക്തവിലയാകയാൽ ശ്രീഭണ്ഡാരത്തിൽ ഇടുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞു കൂടിയാലോചിച്ചു പരദേശികളെ കുഴിച്ചിടുവാൻ അതുകൊണ്ട് കുശവന്റെ നിലം വാങ്ങി. ഇന്ന് വരെ രക്തനിലം എന്ന് പേർ പറയുന്നു. രക്തനിലം എഴുതി വെച്ചല്ലോ വാക്യമൊക്കെ. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിലെ വാക്യങ്ങളാ. 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. 8-9 വരെയുള്ള വാക്യങ്ങളാണ് കേട്ടോ. സാവകാശം ഇരുന്നൊന്ന് വായിക്കുമ്പോ അത്ഭുതകരമായി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വെച്ചത് രക്തനിലം. അക്കൽ ദാമ എന്നാണ് ആ നിലത്തിന്റെ പേര്. അക്കൽ ദാമതൻ താഴ്വരയിൽ കേട്ടിട്ടില്ലയോ? ഇടയ പെൺകുട്ടിയെ കുറിച്ച് ഒരു പാട്ടൊക്കെ ഉണ്ട്. അപ്പോ അക്കൽ ദാമ എന്ന് പറഞ്ഞാൽ രക്തനിലം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സക്കരിയ പ്രവചിച്ചത് അക്ഷരം പ്രതി പൂർത്തിയായി. കുശവന്റെ നിലം വാങ്ങി. ഓക്കെ, അടുത്ത എച്ച് ക്രൂശുമരണത്തെ കുറിച്ചുള്ള പ്രവചനം. കുരിശുമരണത്തെ കുറിച്ചുള്ള പ്രവചനം. നമ്മുടെ സങ്കീർത്തനത്തില് സങ്കീർത്തനം 22, സങ്കീർത്തനം 34 കുരിശുമരണത്തെ കുറിച്ചുള്ള പ്രവചനമുണ്ട്. സങ്കീർത്തനം 22 നമുക്കറിയാലോ, നമ്മൾ വായിക്കുന്നതാണല്ലോ കർത്തൃമേശയ്ക്ക്. സങ്കീർത്തനം 22, സങ്കീർത്തനം 34, സക്കരിയാവ് 12:10. സക്കരിയാവ് 12:10 കുരിശുമരണത്തെ കുറിച്ചുള്ള പ്രവചനം. അതെന്താ ഇത്ര അത്ഭുതം കൂടെ പറയാൻ കാരണം എന്ന് നമുക്ക് തോന്നുന്നോ?
ആർക്ക് പറയാം? കാരണം കുരിശു മരണം അന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. കുരിശിൽ ആളുകളെ കൊല്ലുന്ന രീതി അന്ന് ഉണ്ടായിരുന്നില്ല. ആ കുരിശുമരണം ആരംഭിക്കുന്നതിന് മുമ്പ് അത് റോമക്കാർ തുടങ്ങിയതാണ് ആ പരിപാടി. അപ്പൊ കുരിശുമരണം അല്ലെങ്കിൽ കുരിശിൽ ആളുകളെ തൂക്കുന്ന പരിപാടി ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ കുരിശുമരണത്തെ കുറിച്ചുള്ള പ്രവചനം, അതാണ് എച്ച് ആയിട്ട് നമ്മൾ രേഖപ്പെടുത്തി. ഇനി അടുത്ത ഐ, എച്ച് ഐ. സോറി. പേർഷ്യൻ അധിനിവേശത്തെ കുറിച്ച് പ്രവചിച്ചു. യെശയ്യാവ് പേർഷ്യൻ അധിനിവേശത്തെ കുറിച്ച് പ്രവചിച്ചു. പേർഷ്യക്കാർ വന്നത് പിന്നെ 100 കൊല്ലങ്ങൾക്ക് ശേഷമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, എങ്കിലും ഒന്നും കൂടെ എഴുതി. കോരസിനെ കുറിച്ച്, കോരസ് ജനിക്കുന്നതിന് 150 കൊല്ലം മുമ്പാണ് കോരസിന്റെ ജനനത്തെ കുറിച്ച് യെശയ്യാവ് എഴുതിയത്. നിങ്ങൾക്കറിയാലോ ആ വാക്യം അല്ലേ? യെശയ്യാവ് കോരസിനെ കുറിച്ച് പറഞ്ഞത്, പേർഷ്യൻ രാജാവായ കോരസിനെ കുറിച്ച് യെശയ്യാവ് എഴുതിയത് 150 കൊല്ലം മുമ്പാണ്. അങ്ങനെ യെശയ്യാവ് എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കണ്ടേ നമുക്ക്? എടുത്തേ 45:1. യെശയ്യാവ് 45:1 വായിക്കാൻ സമയമുണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്തു വായിക്കാം. തന്റെ അഭിഷിക്തനായ കോരേശോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു. മതി, സമയം ലാഭിക്കാൻ വേണ്ടിയാ. തന്റെ അഭിഷിക്തനായ, കോരസ് എന്ന് പറയുന്നത് ജാതീയ രാജാവാ, പക്ഷെ ദൈവം തെരഞ്ഞെടുത്തു. അങ്ങനെ പഴയ നിയമത്തിലുടനീളം നമുക്ക് ഒരുപാട് പേരെ കാണാൻ. എന്നിട്ട് പറയാ തന്റെ അഭിഷിക്തനാണ്. 45:1 കോരസിനെ കുറിച്ച് യെശയ്യാവ് പറയുക കേട്ടോ. 150 കൊല്ലം മുമ്പായി എഴുതുന്നേ. 45:13 ഇപ്പൊ വായിച്ചതിന്റെ തന്നെ 13ാമത്തെ വാക്യം. ഞാൻ നീതിയിൽ അവനെ ഉണർത്തിയിരിക്കുന്നു. 45 യെശയ്യാവ് 45:13. അതാ, ഞാൻ നീതിയിൽ അവനെ ഉണർത്തിയിരിക്കുന്നു. അവന്റെ വഴികളെയൊക്കെ ഞാൻ നിരപ്പാക്കും. അവൻ എന്റെ നഗരം പണിയും, വിലയും സമ്മാനവും വാങ്ങാതെ അവൻ എന്റെ നഗരം പണിയും. ആര്? കോരസാണ് തകർക്കപ്പെട്ട യെരുശലേം ദേവാലയം രണ്ടാമത് പണിയാൻ വേണ്ടി ക്രമീകരണങ്ങൾ ചെയ്തതെന്ന് നമുക്കറിയാലോ, ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട് കോരസിന്റെ കാലത്ത്. ഓക്കെ, എത്രയാമത്തെ അത് പറഞ്ഞത്? ഐ. ജെ. യെരുശലേം വീണ്ടും പണിയും. യെരുശലേം വീണ്ടും പണിയും. പ്രവചനം യെരമ്യാവ് 31:38 മുതൽ 40 വരെ. യെരുശലേം വീണ്ടും പണിയും. അതെന്നാ ആരാ പ്രവചിച്ചേ? യെശയ്യാവ് പ്രവചിച്ചിട്ടുണ്ട്, യെരമ്യാവ് പ്രവചിച്ചിട്ടുണ്ട്. യെരമ്യാവ് 31:38 മുതൽ 40 വരെ. തകർന്ന് നശിച്ചു കിടന്നിരുന്ന യെരുശലേം പട്ടണം നമുക്കറിയാം. ഇന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന ദൈവം തെരഞ്ഞെടുത്ത രാജ്യത്തിന്റെ തലസ്ഥാന നഗരമാണ്. ലോകത്തിലെ പല രാജ്യങ്ങളും അംഗീകരിച്ചിട്ടില്ല. ലോകം UN ഒക്കെ അംഗീകരിച്ചിരിക്കുന്ന തലസ്ഥാനം എന്ന് പറയുന്നത് ടെൽ അവീവാണ്. ഇസ്രായേലിന്റെ തലസ്ഥാനം ടെൽ അവീവാണ്. പക്ഷെ അവര് പറയുന്നത് ഞങ്ങളുടെ രാജ്യത്തിന്റെ തലസ്ഥാനം യെരുശലേം എന്നാണ്. അത് 1948 ഇസ്രായേൽ രാജ്യം രൂപീകൃതമായ അന്ന് മുതൽ അത് പുനർനിർമ്മിക്കപ്പെട്ടു. ഓക്കെ, HIJK കൂടെ എഴുതിക്കോ. കെ പറയുന്നത് ഇസ്രായേലിനെ തടവുകാരായി കൊണ്ടുപോകും. പല പ്രാവശ്യം കൊണ്ടുപോയിട്ടുണ്ട്. ഇസ്രായേൽ മക്കളെ തടവുകാരായി പിടിച്ചുപോയിട്ടുണ്ട്. ബാബിലോണിയക്കാർ കൊണ്ടുപോയിട്ടുണ്ട്. റോമക്കാർ തടവുകാരായി കൊണ്ടുപോയിട്ടുണ്ട്. 1-2 തെളിവ് മാത്രം എഴുതിക്കും. വളരെ അത്ഭുതകരമായി നമുക്ക് എപ്പോഴും ഉപയോഗിക്കാവുന്ന അക്ഷരം പ്രതി ചരിത്രത്തില് പൂർത്തിയായ 1-2 പ്രവചനങ്ങൾ മാത്രമേ എഴുതുന്നുള്ളൂ കേട്ടോ. ഇതെല്ലാം ഹിസ്റ്ററിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്നത് കേട്ടോ. ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞു? കഴിഞ്ഞുപോയ സംഭവങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ഹിസ്റ്ററി. അതായത് സെക്കുലർ ഹിസ്റ്ററിയിലുള്ള കാര്യമാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. ബൈബിളിലുണ്ട്, സെക്കുലർ ഹിസ്റ്ററിയിലുണ്ട്. അപ്പോ ചരിത്രത്തിൽ ബൈബിൾ പറഞ്ഞതും ചരിത്രത്തിൽ സംഭവിച്ചതുമായ കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്നത്. നമുക്കറിയാം, ഇപ്പൊ ഈ ഇസ്രായേൽ പലസ്തീൻ യുദ്ധം പോരാട്ടം നടക്കുമ്പോൾ ഈ പലസ്തീനെ അനുകൂലിക്കുന്ന ആളുകൾ പറയും ഇസ്രായേൽ ഉണ്ടത് 1948 ആ ഭൂമി പലസ്തീനികളുടെയാണ് എന്ന് പറയും. അപ്പോ നമ്മൾ ഒക്കെ പറയാറുണ്ട് അതല്ല പണ്ട് ഇസ്രായേലിന്റെ കയ്യിലാണ്. അപ്പൊ അവര് പറയും അല്ല, അത് പലസ്തീനാണ്.
അതൊക്കെ തെളിവിന് വേണ്ടിയാണ് ഈ വാക്യങ്ങളൊക്കെ പറയുന്നത് കേട്ടോ. 3000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഭൂമി ഇസ്രായേലിൻ്റെതാണ്. അത് പഴയ രീതിയിൽ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ചരിത്രത്തിലുണ്ട്. നമ്മൾ പറയുന്നത് മാത്രമല്ല, ചരിത്രത്തിൽ ആ രേഖയുണ്ട്. ഓക്കെ. അപ്പൊ ഇസ്രായേൽ മക്കളെ തടവുകാരായി പിടിച്ചുകൊണ്ട് പോകുമെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള 1-2 വാക്യങ്ങള് നമുക്കൊന്ന് വായിക്കാം. ഇസ്രായേൽ മക്കളെ ചിതറിക്കും. അവരെ ചിതറിച്ചു എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും ചിതറിക്കുമെന്ന അത്ഭുതകരമായ ഒരു പ്രവചനം. അത് പഴയ നിയമത്തിലെ ലേവ്യ പുസ്തകം എടുത്ത് ലേവ്യ 26-31 മുതൽ 33 വരെ വായിച്ചു. അത് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കത്ത വിധത്തിൽ എഴുതി വെച്ചോണം അത് കേട്ടോ. എന്നിട്ട് പിന്നീട് അണ്ടർലൈൻ ചെയ്ത് വെക്കണം ആ വാക്യം. ലേവ്യ 26-31 മുതൽ 33 വരെ വായിച്ചേ. നിങ്ങളുടെ പട്ടണങ്ങളെ പാഴ്നിലവും നിങ്ങളുടെ പട്ടണങ്ങളെ പാഴ്നിലമാവും. നിങ്ങളുടെ വിശുദ്ധ മന്ദിരങ്ങളെ ശൂന്യവുമാക്കും. വിശുദ്ധ മന്ദിരം ശൂന്യമാവും ആക്കിയല്ലോ. അവരുടെ 1ാമത്തെ ടെമ്പിളും ഇടിച്ചു നിരത്തി. 2ാമത്തെ ടെമ്പിൾ എന്ന് പറയുന്നത് ദേവാലയം കേട്ടോ. 2ാമത്തെ ടെമ്പിളും നശിപ്പിക്കപ്പെട്ടു. നിങ്ങളുടെ സൗരഭ്യവാസന ഞാൻ മണക്കുകയില്ല. നിങ്ങളുടെ ആരാധന എനിക്ക് വേണ്ട. യഹോവ പറയാണ്, ഞാൻ ദേശത്തെ ശൂന്യമാക്കും. അതിൽ വസിക്കുന്ന നിങ്ങളുടെ ശത്രുക്കൾ അതിങ്കൽ ആശ്ചര്യപ്പെടും. ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ ചിതറിച്ച് നിങ്ങളെ പിന്നാലെ വാളൂരും. അത് മറന്നു പോകരുത്. ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ ചിതറിക്കുമെന്ന്. എന്നിട്ട് അവിടെ ഒന്ന് എഴുതി വെക്കണേ. എന്താ എഴുതണ്ടേ? അനേക രാജ്യങ്ങളിലേക്ക്. ഇസ്രായേൽ മക്കൾ ചെതറിപ്പോയത് എത്ര രാജ്യങ്ങളിലേക്കാന്ന് കൃത്യമായി പറയാൻ പറ്റത്തില്ല. 50-ലധികം രാജ്യങ്ങളിലേക്ക് യഹൂദന്മാർ ചിതറിപ്പോയി. ഈ ഒരു വാക്യം, ഈ ഒരു പ്രവചനം എഴുതുന്നത് എന്നാണെന്നറിയോ? ഏതാണ്ട് മോശയാണ് എഴുതി, നമുക്കറിയാം. ലേവ്യ പുസ്തകമൊക്കെ എഴുതിയിരിക്കുന്ന മോശയായിരിക്കും എഴുതിയിരിക്കുന്നത്. അതായത് 3500 കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതുകയാണിത്. ഏകദേശമാണ് കേട്ടോ. അല്ലെങ്കിൽ 3000 വർഷം എന്ന് എഴുതിക്കും. ഏകദേശം 3000-3500 കൊല്ലം മുമ്പ് എഴുതിയ ഈ പ്രവചനം ചരിത്ര രേഖകളിൽ അക്ഷരം പ്രതി എഴുതി വെച്ചിട്ടുണ്ട്. ഹിസ്റ്ററി. റഷ്യയിൽ ഉണ്ടായിരുന്ന യഹൂദന്മാർ. അതെങ്ങനെ യഹൂദന്മാർ റഷ്യയിൽ ചെന്നേ? ലക്ഷക്കണക്കിന് യഹൂദന്മാർ റഷ്യയിൽ കൂട്ടക്കൊല ചെയ്യപ്പെട്ടു. ജർമ്മനിയിൽ, യൂറോപ്യൻ രാജ്യമാണല്ലോ ജർമ്മനിയിൽ, എല്ലാ ചരിത്രത്തിലും നമ്മൾ പഠിക്കുന്നതാണ്. 60 ലക്ഷം യഹൂദന്മാരെ ജർമ്മനിയിൽ ഹിറ്റ്ലർ കൂട്ടക്കൊല ചെയ്തു. അപ്പൊ ഈ യഹൂദന്മാരെങ്ങനെയാ ജർമ്മനിയിൽ ചെന്നേ? പാലസ്തീൻ നാട് അത് പാലസ്തീനികളുടെ ആയിരുന്നു എന്ന് വാദിക്കുന്നവരോട് ചോദിക്കണം. അപ്പൊ ഈ യഹൂദന്മാര്, ജർമ്മനിയിൽ ഉണ്ടായിരുന്ന യഹൂദന്മാരുടെ ജന്മദേശം ഏത്? നെറ്റിലൊന്ന് അടിച്ചു കൊടുത്താൽ മതി. യഹൂദന്മാരുടെ ജന്മദേശം ഏത്? അപ്പൊ വരും ഇസ്രായേൽ. ഏത്? പഴയ ഇസ്രായേൽ. എത്ര കൃത്യമായിട്ടാണ് ഞാൻ നിങ്ങളെ ചിതറിക്കും. ഏതെങ്കിലും ഒരു രാജ്യം അങ്ങനെ ചിതറിപ്പോകുമെന്ന് ഏതെങ്കിലും ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ടോ? ഈ ബൈബിളിൽ ഒഴികെ വേറെ ഏതെങ്കിലും രാജ്യങ്ങള്? ഇപ്പോ ഇന്ത്യയിലേക്ക് വന്നു, ആര്യന്മാർ വന്നു എന്നും വന്നില്ല എന്നും തർക്കം. അങ്ങനെ തർക്കം വരാൻ കാരണം എന്താ? ആര്യന്മാരുടെ നാട്ടിൽ നിന്ന് നിങ്ങൾ ചിതറിപ്പോകുമെന്ന് ഒരു പ്രവചനവും ഒരു പുസ്തകത്തിലും എഴുതിയിട്ടില്ല. ഇന്ത്യയിലേക്ക് ഹൂണന്മാർ വന്നു, പിന്നെ ഇന്ത്യയിലേക്ക് ആര്യന്മാർ വന്നു, ദ്രാവിഡർ പോലും വന്നതാണെന്നും അല്ലെന്നും വാദമുണ്ട്. ഇതൊക്കെ എന്താ ഇങ്ങനെ തർക്കം വരാൻ കാരണം? ഒരു ചരിത്ര പുസ്തകത്തിലും ഇവർ വന്നതിനെ കുറിച്ച് എഴുതിയിട്ടില്ല. അതായത് അവരുടെ നാട്ടിൽ നിന്ന് വന്നതിനെ കുറിച്ച് എഴുതിയിട്ടില്ല. അതാണ് തർക്കമുള്ളത്. എന്നാൽ ഇതാ, ഒരു തർക്കവും ഇല്ലാതെ ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും, ഞങ്ങളുടെ നാട്ടിൽ പിന്നെ യഹൂദന്മാരെത്തി എന്ന്. യേശു കർത്താവിന്റെ ജനനത്തിന് മുമ്പും അതിനുശേഷവും യഹൂദന്മാർ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് ആട്ടി ഓടിക്കപ്പെട്ടു എന്ന് ജർമ്മൻകാരുടെ ഹിസ്റ്ററിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഹിറ്റ്ലർ ഈ രാജ്യത്ത് ഇത്ര ലക്ഷം ജനങ്ങളെ കൂട്ടക്കൊല ചെയ്തു. റഷ്യൻ മണ്ണിൽ ഉപദ്രവിക്കപ്പെട്ടു. ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലും യഹൂദന്മാർ വേട്ടയാടപ്പെട്ടു. എന്താ വേട്ടയാടപ്പെട്ടത്? ഉണ്ടോ? തിരുവചനത്തിൽ എഴുതി വെച്ചിരിക്കുക, ഞാൻ നിങ്ങളുടെ നേരെ വാളൂരും. ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാത്തതിന്റെ പേരില്
നിങ്ങൾ പോകുന്ന പുറകേലും വാൾ വരുമെന്നാ പറഞ്ഞേ. ഓടിപ്പോയിട്ട് അടിമകളായി പോയിട്ട് ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓടിപ്പോയ സ്ഥലങ്ങളിൽ പോലും യഹൂദന്മാരുടെ പുറകെ വാളയച്ചു എന്ന് പറയുമ്പോൾ ആ പ്രവചനങ്ങളുടെ ഒരു നീതീകരണം, ആ പ്രവചനങ്ങളുടെ ഒരു പൂർത്തീകരണം ആലോചിച്ചു നോക്കി. ദൈവം സ്വന്തം ജനമായിട്ട് തെരഞ്ഞെടുത്ത യഹൂദ മക്കള് അന്യജാതിക്കാരുമായി അവര് അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെട്ട് അവരുടെ ദൈവത്തിന് എതിരെ പ്രവർത്തിച്ച് അവര് വിഗ്രഹങ്ങൾക്ക് ബലികർപ്പിച്ച് അങ്ങനെ പോയതിന്റെ ഫലമായി, ദൈവകൽപ്പന ലംഘിച്ചതിന്റെ ഫലമായി ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്കും ചിതറിക്കപ്പെട്ടു. എന്നിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ചിലര് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ വരാറുണ്ട്, യേശുവിനെ ക്രൂശിച്ചതിന്റെ പേരിലാണ് ഇവർ ചിതറിക്കപ്പെട്ടത്. അതും ഒരു കാരണമായേക്കാം, പക്ഷെ അതുകൊണ്ടല്ല. കാരണം യേശുവിനെ ക്രൂശിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പും ഇവർ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും ചിതറിപ്പോയിട്ടുണ്ട്. യേശുവിന്റെ ക്രൂശീകരണം, അതായത് അന്യായമായി യേശുവിന്റെ രക്തം, നീതിമാന്റെ രക്തം ചിന്തിയതിന്റെ ഫലം, അതുകൊണ്ട് യഹൂദന്മാരുടെ മേൽ ആ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വന്നോട്ടെ എന്ന് യഹൂദന്മാർ വിളിച്ചു പറഞ്ഞു ഓർക്കുന്നുണ്ടല്ലോ. അപ്പൊ അതും ഒരു കാരണമാണ്. ഏതായാലും ഇവര് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്കും ചിതറിപ്പോയി എന്നുള്ളത് വളരെ കൃത്യമായി ചരിത്രത്തിനകത്ത് ആളുകൾ കുറിച്ചു വെച്ചിട്ടുണ്ട്, ബൈബിളിലുണ്ട് കേട്ടോ. ഇനി അതിലുള്ള അത്ഭുതം അതല്ല, അങ്ങനെ ചിതറിപ്പോയവരെ മടക്കിക്കൊണ്ടുവരുമെന്ന് പറഞ്ഞുകൊണ്ട്. ഒന്ന് വായിച്ചേ, യെഹെസ്കേൽ പ്രവചനം 36:24. യെഹെസ്കേൽ 36:24. ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി സകല ദേശങ്ങളിൽ നിന്ന് നിങ്ങളെ ശേഖരിച്ച് സ്വന്തം ദേശത്തേക്ക് വരുത്തും. കണ്ടോ, എത്ര പച്ച മലയാളത്തിൽ എഴുതിയിരിക്കുകയാണ്. ഞാൻ നിങ്ങളെ ശേഖരിച്ച് സ്വന്തം ദേശത്തേക്ക് കൊണ്ടുവരും. ഈ യുക്തിവാദികൾ ആരെങ്കിലും വന്ന് ഇതൊക്കെ ചുമ്മാതാണ്, ഈ വിശ്വാസമൊന്നുമില്ല, ദൈവമില്ല എന്നും അല്ലെങ്കിൽ ഇതൊന്നും പ്രവചനമല്ല എന്നൊക്കെ പറയുന്നവരോട്, നിങ്ങൾ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തില് ഇങ്ങനെ ചിതറിക്കുമെന്നും ചിതറിപ്പോയവരെ തിരിച്ച് സ്വന്തം ദേശത്തേക്ക് കൊണ്ടുവരുമെന്നും എഴുതിയ ഒരു കാര്യം ലോകത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഗ്രന്ഥത്തിലുണ്ടോ എന്ന് അവരോട് ചോദിച്ചു നോക്കണം. ബാക്കി എഴുതിയല്ലോ, യെഹെസ്കേൽ 36:24. ഞാൻ നിങ്ങളെ ചിതറിക്കുമെന്ന് എഴുതി. അത് എഴുതിയിരിക്കുന്നത് ലേവ്യ പുസ്തകത്തിലാണ്. നിങ്ങൾ ചിതറിപ്പോയ സ്ഥലത്തുനിന്ന് നിങ്ങളെ കൊണ്ടുവരുമെന്ന് എഴുതിയിരിക്കുന്നു. അപ്പം ഈ രണ്ട് എഴുത്തും തമ്മില് നൂറ്റാണ്ടുകളുടെ വ്യത്യാസമുണ്ട്. ഒരാളല്ല എഴുതിയിരിക്കുന്നത്, ലേവ്യയിൽ എഴുതിയിരിക്കുന്ന ആളല്ല യെഹെസ്കേൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ യെഹെസ്കേൽ എഴുതിയിരിക്കുകയാണ്, ഞാൻ നിങ്ങളെ ചിതറിപ്പോയ നിങ്ങളെ കൂട്ടിവരുത്തും. അത് സംഭവിച്ചോ ഇല്ലയോ? നിങ്ങളുടെ അഭിപ്രായം എന്താ? അങ്ങനെ സംഭവിച്ചോ? അക്ഷരം പ്രതി സംഭവിച്ചു. ആ വർഷം ആർക്കറിയാം? ഇങ്ങനെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ചിതറിപ്പോയവര് സ്വന്തം നാട്ടിലേക്ക് വന്ന് ഒരു രാജ്യം രൂപീകരിച്ചു. ഏത് വർഷത്തിലാ? 1948 മെയ് 14 ആധുനിക ഇസ്രായേൽ രൂപീകൃതമായി. 1948 നമുക്ക് ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ അടുത്ത വർഷം UN ഐക്യരാഷ്ട്ര സംഘടന യെരുശലേം ആ പ്രദേശത്തില്, അതായത് പലസ്തീൻ എന്ന് പറയാൻ പറ്റത്തില്ല, ആ നാട് രണ്ടായി വിഭജിച്ച് ഒരു ഭാഗം അറബികൾക്ക് കൊടുത്തു, ഒരു ഭാഗം ഇസ്രായേലിനും കൊടുത്തു. രണ്ട് രാജ്യമായിട്ട് UN ആ പ്രദേശത്തെ വിഭജിച്ച് നൽകി. ഇസ്രായേൽ അംഗീകരിച്ചു. ഇസ്രായേൽ മതി ഞങ്ങൾക്ക് കിട്ടിയത്, ഏതാണ്ട് പകുതി, ആ പ്രദേശത്തിന്റെ പകുതി ഇസ്രായേലിന് കിട്ടി. ഇസ്രായേൽ അത് അംഗീകരിച്ചു. എന്നാൽ മറ്റു പകുതി അവര് പറഞ്ഞു ഞങ്ങൾക്ക് ആ പ്രദേശം മുഴുവൻ ഞങ്ങൾക്ക് വേണമെന്ന് പലസ്തീനികൾ ആവശ്യപ്പെട്ടു. അതാണ് ഇന്നും തുടരുന്ന ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നത്തിന്റെ കാരണം. ആർക്കെങ്കിലും മനസ്സിലായോ എന്താ പ്രശ്നത്തിന്റെ കാരണം? അടിസ്ഥാന കാരണം, ഐക്യരാഷ്ട്ര സംഘടന 1948 ഈ രാജ്യങ്ങള് 47 തന്നെ വിഭജിച്ചു. ഈ പ്രദേശത്തെ വിഭജിച്ച് ഒരു ഭാഗം പലസ്തീനികൾക്കും മറുഭാഗം ഇസ്രായേലിനും കൊടുത്തു. ഇസ്രായേൽ അത് അംഗീകരിച്ചു. എന്നാൽ പാലസ്തീനികള് അത് അംഗീകരിച്ചില്ല. അവര് പറഞ്ഞു ഞങ്ങൾക്ക് ആ പ്രദേശം മുഴുവൻ കിട്ടണം,
ഇസ്രായേലിനെ അവിടെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് അവർ പറഞ്ഞു. അതാണ് അന്ന് അങ്ങനെ സംഭവിച്ചത്. ഇന്നും ആ പ്രശ്നം തുടരാൻ കാരണം അതാണ്. ഓക്കെ, അപ്പം അത്ഭുതകരമായ ഈ പ്രവചനത്തെ കുറിച്ച് ആണ് ഇത്രയും നേരം പറഞ്ഞത്. ഇനി അടുത്തത് 3. ഏതാ 3? ഇത് ഒരു അത്ഭുത ഗ്രന്ഥമാണ്, അമാനുഷികമാണെന്നുള്ളതിന്റെ തെളിവിൽ 3. അപ്പൊ ഇത്ര നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നല്ല 2 പ്രവചന ഗ്രന്ഥത്തിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി 3, ഇത് ശാസ്ത്രവിരുദ്ധമല്ല. അനേക ആളുകൾ ബൈബിളിനെതിരെ ആരോപിക്കുന്ന ഒരു ആരോപണമാണ് ഇത് ശാസ്ത്രവിരുദ്ധമാണ് എന്ന്. അപ്പം ശാസ്ത്രവിരുദ്ധമല്ല. നമ്മൾ 2 തെളിവ് മാത്രമേ എഴുതുന്നുള്ളൂ. കാരണം ഇതും ആ ബൈബിളും ശാസ്ത്രവും എന്ന വിഷയം ഒരു ക്ലാസ് എങ്കിലും എടുക്കേണ്ടതാണ്, സെപ്പറേറ്റ്, എന്നെങ്കിലേ അത് വിശദമായി പഠിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ നമ്മൾ ശാസ്ത്രവിരുദ്ധമല്ല എന്നുള്ളതിന്റെ 2 തെളിവുകൾ മാത്രം എഴുതിക്കോളൂ. അനേക ആളുകൾ, യുക്തിവാദികൾ, നിരീശ്വരവാദികൾ പറയാറുണ്ട് ബൈബിൾ പരന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ബൈബിൾ ഉരുണ്ടതല്ല പരന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട് ബൈബിളിൽ എന്ന് നമ്മളെ എതിർക്കുന്നവർ പറയാറുണ്ട്. അങ്ങനെ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഓക്കെ, ബൈബിൾ പരന്നതാണ്, ഭൂമി പരന്നതാണെന്ന് പറഞ്ഞിട്ടില്ല. അല്പമെങ്കിലും സൂചനയുള്ളത് ഭൂമിയുടെ ഗോളാകൃതിയാണ്. ഭൂമിയുടെ ഗോളാകൃതിയെ കുറിച്ചാണ് സൂചനയെങ്കിലും ഉള്ളത്. എഴുതിക്കോ, ഏതിന്റെ? 3-ന്റെ A ആയി പറയുന്നു. യെശയ്യാവ് 40:22. യെശയ്യാവ് 40:22 ഭൂമി ഉരുണ്ടതാണെന്നുള്ളതാണ് സൂചന. ഭൂമണ്ഡലം എന്നാണ് മലയാളത്തിൽ. ഇംഗ്ലീഷിൽ സർക്കിൾ ഓഫ് ദ എർത്ത്. നിങ്ങൾ ഈ ക്ലാസ് കഴിയുമ്പോൾ ഒന്ന് എടുത്തു നോക്കണം. യെശയ്യാവ് 40:22 ഇംഗ്ലീഷിൽ എഴുതണം, അല്ല ഇംഗ്ലീഷ് നോക്കണം. സർക്കിൾ ഓഫ് ദ എർത്ത് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. യെശയ്യാവാണ് എഴുതിയിരിക്കുന്നത്. കർത്താവ് ജനിക്കുന്നതിനും 6 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന യെശയ്യാവ് എഴുതിയിരിക്കുകയാണ് സർക്കിൾ ഓഫ് ദ എർത്ത്. ഓക്കെ, ഒരു വാക്യം കൂടി എഴുതിക്കും. ഭൂമിയെ ശൂന്യതയിൽ തൂക്കുന്നു. ഇയ്യോബ് 26:7. ഭൂമിയൊക്കെ ശൂന്യതയിലാണ് എന്ന് ഇയ്യോബിന്റെ പുസ്തകം 26:7 ഉണ്ട്. അപ്പൊ ബൈബിളും ശാസ്ത്രം എന്ന വിഷയം നമ്മൾ വിശദമായി എടുക്കുന്നത് കൊണ്ട് അതവിടെ അവസാനിപ്പിക്കുന്നു. ഇനി അടുത്തത് 4. മൂന്നാമത്തെയാണ് ശാസ്ത്രവിരുദ്ധമല്ല എന്ന് പറയും. 4, മറ്റ് ഗ്രന്ഥങ്ങളെ എന്ന് പറഞ്ഞാൽ മറ്റ് പുണ്യഗ്രന്ഥങ്ങൾ, മറ്റു വിശ്വാസത്തിലുള്ളവരുടെ ഗ്രന്ഥങ്ങളെ അപേക്ഷിച്ച് ഉപദേശം എഴുതിക്കൂ. ഉപദേശം എന്നാ ക്രിസ്തീയ ഉപദേശത്തിന് ബദല് വെക്കാൻ പറ്റിയ ഒരു ഉപദേശം ഇന്നുവരെ ഇല്ല. ആശയം, ഉപദേശം, ആശയം, അവകാശവാദം, ധാർമ്മികത. നമ്മുടെ ബൈബിൾ മുന്നോട്ട് വെക്കുന്ന ധാർമ്മികത സമയമുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പഠിക്കാം. ചരിത്രരേഖകൾ, വെളിപ്പാടുകൾ, വെളിപ്പാട് എന്ന് പറഞ്ഞാൽ പ്രവചനം, ഇത്രയും കാര്യങ്ങൾ അതുല്യമാണ്. മറ്റ് ഗ്രന്ഥങ്ങളില്ലാത്ത അതുല്യം എന്ന് പറഞ്ഞാൽ എന്താ? തുല്യമല്ലാത്തത്. ഈ പറഞ്ഞ കാര്യങ്ങൾ ഏതൊക്കെ? ഉപദേശം, ആശയം, അവകാശവാദം, ധാർമ്മികത, ചരിത്രരേഖകൾ, വെളിപ്പാടുകൾ, ഇതൊക്കെ അതുല്യമാണ് ബൈബിളിനെ സംബന്ധിച്ച്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. നിങ്ങൾക്ക് ഇത് ഏത് പണ്ഡിതന്മാരുടെ മുമ്പിലും ഏത് ശാസ്ത്രജ്ഞന്മാരുടെ മുമ്പിലും ഇത് നമുക്ക് പറയാവുന്ന കാര്യം. ഇതിനെ വെല്ലുന്നതില്ല എന്ന് എല്ലാ ഗ്രന്ഥത്തിന്റെ ആളുകളും പറയുന്നത് ഞങ്ങളുടെ ഗ്രന്ഥത്തെ വെല്ലുന്ന ഒന്നുമില്ലെന്ന. പക്ഷെ നമ്മൾ തെളിവാണ് അങ്ങോട്ട് കൊടുക്കുന്നത്. ഓക്കെ. 5, ലോകത്തെ ഏറ്റവും അധികം സ്വാധീനിച്ച ഗ്രന്ഥം, എങ്ങനെ സ്വാധീനിച്ചത്? പോസിറ്റീവായിട്ട്, ഗുണപരമായി സ്വാധീനിച്ച, അതും കൂടി എഴുതിക്കും. ലോകത്തെ ഏറ്റവും കൂടുതൽ ഗുണപരമായി സ്വാധീനിച്ച ഗ്രന്ഥം. ലോകത്തെ സ്വാധീനിച്ച ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. വെട്ടും കുത്തും കൊലപാതകങ്ങൾക്കൊക്കെ കാരണമായ ഗ്രന്ഥങ്ങളുണ്ട്. ഹിറ്റ്ലറുടെ ഗ്രന്ഥങ്ങള്, അങ്ങനെ പല ഗ്രന്ഥങ്ങളും അനേക സ്വാധീനിച്ചതാണ്.
എന്നാൽ ലോകത്തിൽ ക്രിസ്തുമാർഗത്തെ പോലെ അനുകൂലമായ മാറ്റം ഉണ്ടാകുന്ന, ഗുണപരമായ മാറ്റം ഉണ്ടാക്കുന്ന ഒരേ ഒരു ഗ്രന്ഥം ബൈബിള് മാത്രമാണ്. ആ കൂട്ടത്തിൽ ഒരു കാര്യം പറയട്ടെ. ഈ യുക്തിവാദികൾ പറയുന്ന ഒരു കാര്യമാണ്, ലോകത്തിലെ ഏറ്റവും ഹാപ്പി ഇൻഡെക്സ് ഉള്ള രാജ്യങ്ങൾ കേട്ടിട്ടില്ലേ നിങ്ങൾ? ലോകത്തിലെ ഏറ്റവും ഹാപ്പി ഇൻഡെക്സ്, ഏറ്റവും സന്തോഷകരമായി ജീവിക്കുന്ന രാജ്യങ്ങൾ അവർ പറയുന്നത് ദൈവമില്ലാത്ത രാജ്യങ്ങളാണ് അത്ര. ഏതൊക്കെ? അത് ഞാൻ ഒരു ഉദാഹരണം പറയുന്നത്, ഫിൻലാൻഡ്, സ്വീഡൻ, ഡെൻമാർക്ക്. ഫിൻലാൻഡ് ചെറിയ ചെറിയ രാജ്യങ്ങളാണ്, 1 കോടി താഴെയൊക്കെ ജനങ്ങളുള്ളൂ. ഫിൻലാൻഡ്, സ്വീഡൻ, ഡെൻമാർക്ക്. ആ രാജ്യങ്ങളുടെ പേര് അവരെ ഒന്നിച്ച് പറയുന്ന പേര് സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ എന്നാണ്. സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ എന്ന വലിയ ഗമയില് യുക്തിവാദികൾ പറയാറുണ്ടോ, ഈ രാജ്യങ്ങളിൽ ദൈവമില്ല, അവർക്ക് ദൈവവിശ്വാസമില്ല. അതുകൊണ്ട് ദൈവവിശ്വാസം ഇല്ലാതിരുന്നാല് സമാധാനവും സന്തോഷവും ഉണ്ടാവുന്ന തെളിവാണ് അവർ പറയുന്നത്. പാവപ്പെട്ട നമ്മുടെ പാസ്റ്റർമാർ ഇത് കേട്ട് ഒന്നും പറയാതെ ഒത്തിരി പാവങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ 3 രാജ്യങ്ങള് അടുത്ത കാലത്താണ് അവര് ഈ നിരീശ്വരവാദ യുക്തിവാദത്തിലേക്ക് പോയത്. ഈ രാജ്യങ്ങളെല്ലാം ക്രിസ്ത്യ രാജ്യങ്ങളാണ്. ഇന്നും അവര് ക്രിസ്ത്യൻ കൾച്ചറിലാണ് ജീവിക്കുന്നത്. അത് പ്രത്യേകം എഴുതി വെച്ചു. ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങള് ഇപ്പോഴും ക്രിസ്ത്യൻ കൾച്ചറിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ആ രാജ്യത്ത് സമാധാനവും സന്തോഷവും ഉള്ളത്. എന്നാൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഭീകരവാദികൾ ഈ രാജ്യങ്ങളിലേക്ക് ഇപ്പൊ നുഴഞ്ഞു കയറി അവിടെ വലിയ അക്രമവും കൊലപാതകങ്ങളും തീവെപ്പും ഈ കൊച്ചു രാജ്യങ്ങളിൽ നടന്ന് ഈ രാജ്യങ്ങളുടെ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിന്റെ കാരണം എന്താ? ക്രിസ്ത്യൻ കൾച്ചർ അവർ നഷ്ടപ്പെടുത്തുമ്പോൾ ആ രാജ്യങ്ങളിൽ സമാധാനം തകരും. ഇത്രയും അവർക്ക് പറഞ്ഞു കൊടുക്കണം. ക്രിസ്ത്യൻ കൾച്ചർ ഉള്ളത് കൊണ്ടാണ് ആ രാജ്യം സമാധാനത്തിൽ ജീവിക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, 6 സ്വീകരിച്ചവരുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വന്നു. ഏത്? ബൈബിൾ സ്വീകരിച്ചവരുടെ സ്വഭാവത്തിൽ മാറ്റം വന്നു. അതിനെന്താ നമ്മൾ തെളിവ് കൊടുക്കുന്നത്? തെളിവ് ധാരാളം ഉണ്ട്. ഞാൻ ഒരു തെളിവ് മാത്രം പറയാം കേട്ടോ. സ്വീകരിക്കാത്തവര് നശിച്ചു പോയതും, ഉദാഹരണത്തിന് ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരന്മാര് ബിൻ ലാദനും ബാഗ്ദാദിയും ഒക്കെ നശിച്ചുപോയി. സ്വീകരിച്ച ശൗലിന് പൗലോസാകാൻ കഴിഞ്ഞു. ശൗല് പൗലോസായ കഥ ഒന്നും ഞാൻ ഇപ്പൊ വിശദീകരിക്കണ്ടല്ലോ. വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം അതിന്റെ കൂട്ടത്തിൽ എഴുതണേ. കാര്യങ്ങള് ചിട്ടയായിട്ട് നമ്മൾ പഠിക്കുന്നതായതുകൊണ്ട് മറ്റു ഭാഗങ്ങൾ പറയുന്നത് പോലെ എപ്പോഴും നമുക്ക് ഒരു ആത്മീയ വർധനവിനുള്ള ഉണർവയോ ക്ലാസ് അല്ല ഇത് എന്ന് നിങ്ങൾക്കറിയാം, എനിക്കും അറിയാം. എങ്കിലും സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മുതൽ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ പരസ്യോഗം നടത്തുന്നവരുണ്ടെങ്കിൽ ഇതെല്ലാം, ഇതിലെ മെയിൻ പോയിന്റുകൾ നിങ്ങളുടെ പ്രസംഗത്തിലെ പ്രധാന വിഷയമായിരിക്കണം. ഓക്കെ, ഞാൻ പരസ്യോഗത്തിൽ പ്രസംഗിക്കുന്ന ഒരു കാര്യം ഈ 6 പോയിന്റ് കൂടെ നിങ്ങൾ എഴുതി വെക്കണം. അതെന്താണെന്നറിയാവോ? നമുക്കറിയാം, ലോകം മുഴുവൻ കീഴടക്കിയ ഒരു രാജ്യമുണ്ട്, സാമ്രാജ്യമുണ്ട്, ഇംഗ്ലണ്ട്. നമുക്കറിയാലോ, സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യമാണ് ഇംഗ്ലണ്ട്. ആ ഇംഗ്ലണ്ടിന്റെ ഇംഗ്ലണ്ടിന്റെ പേരെങ്ങനെയാ വന്നെന്നറിയാമോ? ഇംഗ്ലണ്ടിൽ ആദ്യകാലത്ത് ജീവിച്ചിരുന്ന ഒരു നാടോടി വർഗമാണ് ആംഗിൾസ്. ANGLES, ആംഗിൾസ്. ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ബർബരന്മാരായിരുന്നു. ബർബരന്മാരെന്ന് പറഞ്ഞാല് ഇംഗ്ലീഷിൽ ബാർബേറിയൻസ്, അപരിഷ്കൃതരായ നാടോടികൾ. ഓരോ ദേശത്തും ചെല്ലും, ആ ദേശത്തെ ആക്രമിക്കും, അവിടുത്തെ ജനങ്ങളെ കൊല്ലും, അവരുടെ വസ്തുക്കളെല്ലാം കൊള്ളയടിച്ച് സ്വന്തമായിട്ട് ഉപയോഗിക്കും. അങ്ങനെ നടന്ന ആളുകളുടെ പേരാണ് ബാർബേറിയന്മാർ, അല്ലെങ്കിൽ അപരിഷ്കൃതർ. നമ്മൾ കാട്ടിയാദിക്കാരെന്നൊക്കെ പണ്ടത്തെ പറയുമല്ലോ, അപരിഷ്കൃതർ. അങ്ങനെ ജീവിച്ചിരുന്ന ജനമാണ് ആംഗിൾസ്. അവരുടെ അടുക്കലേക്ക് ഈ സുവിശേഷം എത്തി. ഏത്? തിരുവചനം എത്തി. ഈ ആംഗിൾസ് അതിക്രൂരന്മാരായിരുന്ന, നാടോടികളായിരുന്ന, യാതൊരു അക്ഷരജ്ഞാനമില്ലാത്ത, പരിജ്ഞാനമില്ലാത്ത ഒരുതരം അപരിഷ്കൃത വർഗമായിരുന്ന ഈ ആംഗിൾസ് പരിഷ്കൃത ജനതയായി മാറി. അവരുടെ നാടാണ്, ആംഗിൾസിന്റെ ലാൻഡാണ് ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ആംഗിൾസിന്റെ ലാൻഡ്.
ആംഗിൾസ് എന്ന് പറയുന്ന നാടോടി വർഗത്തിന്റെ ലാൻഡാണ് പിന്നീട് ഇംഗ്ലണ്ടായി മാറി. അതെന്തിനാ ഇപ്പൊ ഇവിടെ പറഞ്ഞേ? ഇത് ചെല്ലുന്ന പ്രദേശത്തെ ജനങ്ങളെ മുഴുവൻ മാറ്റുക, ലോകം മുഴുവൻ പിന്നീട് കീഴടക്കുകയും ലോകത്തിലേക്ക് വ്യവസായവും ലോകത്തിലേക്ക്, നമുക്കറിയാം മിഷണറിമാർ പോലും ഇംഗ്ലണ്ടിൽ പിന്നെ ഇങ്ങോട്ട് വന്നു. ഒരു വലിയ അപരിഷ്കൃത ജനതയെ മാറ്റാൻ വേണ്ടി ദൈവം തിരുവചനം, ബൈബിളിലെ സത്യങ്ങളും ബൈബിളും എങ്ങോട്ട് അയച്ചു? ഇംഗ്ലണ്ടിലേക്ക്. എന്നിട്ട് ആ ഇംഗ്ലണ്ടിലെ ജനങ്ങളെ പിന്നെ എന്ത് ചെയ്തു? ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും സുവിശേഷവുമായിട്ട് അയച്ചു. ദൈവത്തിന്റെ പദ്ധതി നിങ്ങൾക്ക് മനസ്സിലായോ? ഒരപരിഷ്കൃത ജനത്തെ മാറ്റിയിട്ട് ആ ജനത്തെ, ലോകം മുഴുവനുള്ള അപരിഷ്കൃതത്തെ മാറ്റാൻ വേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ ഇംഗ്ലണ്ടിലെ ജനത്തെ അയച്ചു. അങ്ങനെ അവർ ഇന്ത്യയിലും വന്നു. ഇന്ത്യയിലെ സമ്പത്ത് കൊള്ളയടിക്കാൻ വേണ്ടി വന്ന ഇംഗ്ലീഷുകാർ മാത്രമല്ല, ഇംഗ്ലണ്ടിൽ നിന്നും മിഷണറിമാരും ഇന്ത്യയിൽ വന്നു. അപ്പം ലോകം മുഴുവൻ ഇന്ന് കാണുന്ന പരിഷ്കൃത രീതിയിലേക്ക് എത്തിയതിന്റെ പിന്നിലുള്ള വസ്തുത അപ്പൊ യഥാർത്ഥത്തിൽ എന്താ? തിരുവചനമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ബൈബിൾ കടന്നു ചെന്നപ്പോഴാണ് ആ ഇരുണ്ട ലോകം അങ്ങ് മാറി. ഒരു എക്സാമ്പിളോട് എഴുതിക്കും ആ കൂട്ടത്തിൽ തന്നെ കേട്ടോ, ഇന്ത്യയുടെ എക്സാമ്പിൾ. അതും ഞാൻ പരസ്യങ്ങളിൽ പറയാവുന്നത്. അതെല്ലാം സഹോദരിമാര് പരസ്യമൊക്കെ നടത്തണമെങ്കിൽ ഓർത്തിരുന്നു. ഇംഗ്ലണ്ടിലെ കാര്യം പറയണം. പിന്നെ നമ്മുടെ ഇന്ത്യയിലെ നാഗാലാൻഡ് നിങ്ങൾ കേട്ട് കാണും. ഇംഗ്ലീഷുകാർ ഭരിക്കുന്ന കാലത്തും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടും എല്ലാം ദീർഘവർഷങ്ങള് ഇന്ത്യ ഗവൺമെന്റിന് വലിയ തലവേദനയായിരുന്ന ഒരു ഗോത്രമാണ് നാഗന്മാർ. ഇന്ത്യയിലെ നാഗന്മാർ ഇപ്പോഴും ഉണ്ട്, നാഗന്മാരുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ നാഗന്മാരല്ല, ഒരു 100-150 കൊല്ലം മുമ്പത്തെ നാഗന്മാര്. ഒരു 200 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 150 കൊല്ലം മുമ്പ് ഇന്ത്യയിലെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്ന നാഗന്മാര് തല കൊയ്യുന്നവരായിരുന്നു. ആരുടെ തല? പന്നിയുടെ തലയല്ല, മനുഷ്യരുടെ തല കൊയ്യുക. ഹെഡ് ഹണ്ടേഴ്സ് എന്ന് അവരെ വിളിക്കുന്നത് കേട്ടിട്ടില്ലേ? ഹെഡ് ഹണ്ടേഴ്സ്, തല കൊയ്യുന്നവർ നാഗന്മാരെ. ഒരു 4 അടി നീളമുള്ള വലിയ വാളും തൂക്കി അവർ നടന്നിരുന്നേ, ഓരോ മനുഷ്യന്റെ. ഇന്നും അവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പണ്ട് മനുഷ്യരുടെ തല കൊയ്ത ആ വാളുകൾ ഇന്നും അവര് പലരും അവരുടെ വീടിന്റെ ഉമ്മരത്തത് ആണിയടിച്ച് തൂക്കിയിട്ടിട്ടുണ്ട്. ഈ നാഗന്മാരുടെ ഒരു സ്വഭാവം കൂടെ പറയാം. നാഗന്മാര് ഇത് ഞാൻ വായിച്ചിട്ടുള്ളതാണ്. അവരുടെ ഗോത്ര നേതാവിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ഒരു മാർഗം അവർ ഉപയോഗിച്ചിരുന്നത് ശത്രുക്കളുടെ കൂട്ടത്തിൽപ്പെടുന്ന ആളുകളുടെ തല വെട്ടിയെടുത്ത് കൊണ്ടുവരിക. തലവെട്ടി, അതാണ് ഹെഡ് ഹണ്ടേഴ്സ് എന്ന് പറയുന്നത്. തല വെട്ടിയെടുത്ത് കൊണ്ടുവന്നിട്ട് ആ തലയോട്ടി അവരുടെ വീടിന്റെ ഉമ്മറത്ത്, നമ്മുടെയൊക്കെ സിറ്റ് ഔട്ടില് ഈ തലയോട്ടി ഇങ്ങനെ ആണി അടിച്ച് തൂക്കിയിടും. 1, 2, 3, 4, 10. അപ്പം ആരുടെ വീടിന്റെ സിറ്റ് ഔട്ടിലാണോ ഏറ്റവും കൂടുതൽ മനുഷ്യന്റെ തലയോട്ടി ഉള്ളത്, ആ പുള്ളിയെ അവരുടെ രാജാവായി, ഗോത്ര നേതാവായി തിരഞ്ഞെടുത്തിരുന്നു. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഏറ്റവും കൂടുതൽ ശത്രുക്കളുടെ തല കൊയ്ത ആളായെ തെരഞ്ഞെടുക്കാനുള്ള ഒരു മാർഗമാണ് തലയോട്ടി എണ്ണി നേതാവായി തെരഞ്ഞെടുക്കുക. ആ ജനതയായിരുന്നു, എന്താ ജനതയുടെ പേരെന്തായിരുന്നു? നാഗന്മാര്. അവരിലേക്ക് ഈ തിരുവചനം അങ്ങോട്ട് എത്തി. കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം നാഗാലാൻഡിലേക്ക് എത്തി. അവർ യേശുവിനെ സ്വീകരിച്ചു. അവരുടെ വാൾ അവർ മാറ്റിവെച്ചു. തലയോട്ടിയൊന്നും ഇല്ല അപ്പൊ അവരുടെ വീടിന്റെ ഉമ്മരത്ത്. അവർ യേശു കർത്താവിനെ രക്ഷിതാവും ദൈവവുമായിട്ട് സ്വീകരിച്ചു. നാഗാലാൻഡ് എന്ന് പറയുന്ന ആ കൊച്ചു സംസ്ഥാനത്തിലെ 90% ആളുകളും ഇന്ന് ക്രിസ്ത്യ വിശ്വാസികളാണ്. 90-ലധികം. ആ സംസ്ഥാനത്തിന്റെ പേരാണ് നാഗാലാൻഡ്. അവരുടെ വാളും കത്തിയൊക്കെ ഉപേക്ഷിച്ചു. തലയോട്ടിയൊന്നും ഇല്ല അപ്പൊ അവരുടെ വീടിന്റെ ഉമ്മറത്ത്. ആ ബൈബിൾ വാക്യങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പഴയ തലയോട്ടിയുടെ സ്ഥാനത്ത് ഇന്ന് തിരുവചനം എഴുതി ആണിയടിച്ചു തൂക്കിയിട്ടിട്ടുണ്ട് അവര്. അതാ പറഞ്ഞ, ഇത് ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം അന്ധകാരം മാറി, പിശാച് മാറി, പിശാചിന്റെ ആ വിളയാട്ടം മാറി, രക്തച്ചൊരിച്ചിലും മാറി. ഇത് നമ്മളെ പരസ്യങ്ങളിൽ പൊതുസ്ഥലത്തുനിന്ന് വിളിച്ചു പറയാം. ഈ വചനം സ്വീകരിക്കുന്നവരുടെ ജീവിതത്തിൽ മാറ്റം വരും എന്നുള്ള തെളിവാ. നമ്മളൊക്കെ അതിന് തെളിവാണല്ലോ. ഞാൻ ഈ ഉള്ളവനും അതിന് തെളിവാണ്. 20-ാമത്തെ വയസ്സിലാണ് എൻ്റെ യേശുവിനെ ഞാൻ രക്ഷിതാവായി സ്വീകരിക്കുന്നത്. ക്രിസ്ത്യ കുടുംബത്തിലൊക്കെയാണ് ജനിച്ചത്. പക്ഷേ കർത്താവിനെ കുറിച്ച് അറിയില്ലായിരുന്നു. എന്നിൽ മാറ്റം വരുത്തി
നിന്നിൽ മാറ്റം വരുത്തുക, കേൾക്കുന്ന ഓരോരുത്തരും മാറ്റം വരുത്തുവാൻ കഴിവുള്ളതാണ് ഈ വചനമെന്ന് നമ്മൾ തെരുവിൽ ഒരു ലജ്ജയും കൂടാതെ വിളിച്ച് പറയണം. ഓക്കെ. 7, ഇത് തെറ്റാണെന്ന് തെളിയിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഒരു ശാസ്ത്രജ്ഞന്മാർക്കും ഒരു ചരിത്രകാരന്മാർക്കും ഇന്ന് വരെ ഈ തിരുവചനം തെറ്റാണെന്ന് സ്ഥാപിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഓക്കെ. വെറുതെ കുറെ ആളുകൾ, യുക്തിവാദികൾ എന്നൊക്കെ പറയുന്ന നമുക്കറിയാം, ഒരു രവിചന്ദ്രൻ സാറുണ്ട്, നിങ്ങൾ ആരെങ്കിലും ഒക്കെ ചിലപ്പോൾ കാണുന്ന യുക്തിവാദികൾ കേൾക്കുന്നുണ്ടെങ്കിൽ, അദ്ദേഹം വെറുതെ വന്ന് പറയാറുണ്ട് തെറ്റാണ്. എന്നാൽ അദ്ദേഹം സംവാദത്തിന് ഇന്ന് വരെ അറിവുള്ള വേദപണ്ഡിതന്മാരുമായി സംവാദത്തിന് അദ്ദേഹം തയ്യാറാകുന്നില്ല, ഓടിപ്പോവുകയാണ്. കാരണം ലോകത്തിലെ ഒരു യൂണിവേഴ്സിറ്റി, അംഗീകൃതമായ ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ് മുതലായ പ്രസിദ്ധമായ യൂണിവേഴ്സിറ്റി പ്രൊഫസർമാരിൽ അറിയപ്പെടുന്ന ഒരൊറ്റ ആള് പോലും തിരുവചനത്തിൽ ഇത് തെറ്റാണെന്നോ ഇത് കാലികമല്ലെന്നോ ഇത് പറഞ്ഞിരിക്കുന്ന ശാസ്ത്രീയമായി തെറ്റാണെന്നോ ഇന്ന് വരെ ഒരു പ്രൊഫസർമാരും ഒരു യൂണിവേഴ്സിറ്റിയും ഔദ്യോഗികമായി ഇത് അറിയിച്ചിട്ടില്ല. അതാണ് 7. ഇനി 8. ഏത് കാലഘട്ടത്തിലും ഏത് രാജ്യത്തിലും, പെട്ടെന്ന് എഴുതണേ, ഏത് കാലഘട്ടത്തിലും ഏത് രാജ്യത്തും ഏത് ഭാഷക്കാർക്കും ഏത് സംസ്കാരത്തിലുള്ളവർക്കും ബാധകമാണ്. ഏത് സംസ്കാരത്തിലുള്ളവർക്കും ഇത് ബാധകമാണ് എന്ന് പറഞ്ഞാൽ അറബികൾക്ക് ഉപയോഗിക്കാം. ഇത് ഇന്ത്യക്കാർ കണ്ടോ, ഇന്ത്യക്കാരെ പോലെ വൈവിധ്യമായ സംസ്കാരമുള്ള ഒരു രാജ്യം വേറെ ഇല്ല. എവിടെയും ഏത് കാലത്തും ഇത് പ്രസക്തമാണ്. സ്ത്രീയെ മോഹിക്കരുതെന്ന് പറഞ്ഞാൽ ഏത് കാലത്തും എവിടെയും പ്രസക്തമാണ്. ശത്രുവിനെ സ്നേഹിക്കാൻ പറഞ്ഞത് ഏത് കാലത്തും എവിടെയും പ്രസക്തമാണ്. ചൊവ്വായി പോയി ഇറങ്ങിയാൽ, ഞാൻ പറയുമല്ലോ, ചൊവ്വായില് മനുഷ്യൻ ഇനി ചൊവ്വയിൽ പോയി വാസം തുടങ്ങിയാൽ അവിടെയും ബാധകമാണ്. മറ്റു മതഗ്രന്ഥങ്ങൾ അങ്ങനെയല്ല. മറ്റ് ഗ്രന്ഥങ്ങൾ ആ പ്രത്യേക സമയത്തെ മാത്രം ഉദ്ദേശിച്ച് എഴുതിയതാണ്. നമ്മള് ഗ്രന്ഥം ദൈവികമാണെന്നുള്ളതിന് തെളിവ്, ഇനി ഒരു 10,000 കൊല്ലം കഴിഞ്ഞ് മനുഷ്യന് എത്ര ശാസ്ത്ര പുരോഗതി ഉണ്ടായാലും അന്നും ഇത് പ്രസക്തമാണ്. ശത്രുവിനെ ആക്രമിക്കരുത്, ശത്രുവിനെ സ്നേഹിക്കണം, സ്ത്രീകളെ മാനിക്കണം, ഇതൊക്കെ ഏത് കാലത്തും എവിടെയും ബാധകമാണ്. ഓക്കെ. 9, ഉപദേശത്തിലെ പ്രായോഗികത. ഉപദേശത്തിലെ പ്രായോഗികത. ഓക്കെ. എന്താ അതിന്റെ ഉദ്ദേശം? ഉപദേശത്തിലെ പ്രായോഗികത എന്ന് പറഞ്ഞാൽ സ്നേഹം. ക്രൈസ്തവ വിശ്വാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ് സ്നേഹം. അത് പ്രായോഗികമാണ്. മറ്റ് ഗ്രന്ഥങ്ങളൊക്കെ പറയുന്ന പോലെ പ്രായോഗികമല്ലാത്ത കാര്യമല്ല. ശത്രുവിനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞ് പ്രായോഗികമാണോ എന്ന് ചോദിച്ചാൽ പ്രായോഗികമാണ്. ക്ഷമ, ബൈബിളിലെ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആശയമാണ് ക്ഷമ, പ്രായോഗികമാണ്. വിശ്വാസം പ്രായോഗികമാണ്. ലാളിത്യം പ്രായോഗികമാണ്. ക്രൈസ്തവ ഉപദേശത്തിലെ എല്ലാം പ്രായോഗികമാണ്. ഓക്കെ, ഞാനിവിടെ നിർത്തുകയാണ്. നമ്മുടെ സമയം ഏതാണ്ടായല്ലോ. പ്രിയപ്പെട്ടവരെ, പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ 1 മിനിറ്റ് എഴുതിയെടുക്കാൻ വിട്ടുപോകും. എന്തെങ്കിലും ചെയ്തെങ്കിൽ ഓർപ്പിക്കണേ. ഇതെല്ലാം നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നവരായിരിക്കും നിങ്ങൾ ഭൂരിപക്ഷം പേരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കൃത്യമായി പറഞ്ഞു കൊടുക്കണേ. നമ്മുടെ സംശയങ്ങൾ തീർക്കണേ. നമ്മുടെ യുവജന മീറ്റിങ്ങുകളിൽ ഇന്ന് വെറും ചാട്ടവും പാട്ടും മാത്രമേ ഉള്ളൂ. പാട്ട് പഠിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് പലപ്പോഴും പല യൂത്ത് മീറ്റിങ്ങും. നമ്മുടെ കുഞ്ഞുങ്ങളുടെ സംശയമില്ല. കൗൺസിലിംഗ് പഠിച്ച ആളുകൾ കൈകാര്യം ചെയ്യുന്നില്ല. വെറും കുറെ പാട്ട് പഠിപ്പിക്കുകയും മാത്രമായിട്ട് അവശേഷിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളുടെ സംശയങ്ങൾ, നമ്മുടെ ചെറുപ്പക്കാരുടെ സംശയങ്ങൾ മറുപടി കൊടുക്കുവാൻ ഈ പാഠങ്ങൾ നിങ്ങളെ പ്രാപ്തരാക്കുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ വിശ്വാസത്തിൽ ഉറയ്ക്കുവാൻ നമ്മൾ കേട്ടല്ലോ, ഞാൻ ആരിൽ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു. നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതിനാണ് ഞാൻ ആ ഒരു ഭാഗം മുമ്പെടുത്തത്. ഞാൻ വെറൊരു ഊഹാഭോഗമല്ല, വെറൊരു സാങ്കല്പികമല്ല, ഒരു മിത്തല്ല, യാഥാർത്ഥ്യം. ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നു, നിന്റെയും എന്റെയും പാപങ്ങളേറ്റു, നമ്മുടെ ഹൃദയവികാരങ്ങളും ദുഃഖങ്ങളും വേദനകളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് കുരിശിൽ മരിച്ച് ഇന്നും ജീവിക്കുന്ന കർത്താവിൽ നമ്മൾ വിശ്വസിക്കുന്നത് ചുമ്മാതെയല്ല എന്ന്
നാം മനസ്സിലാക്കണം, അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയുകയും വേണം. ഓക്കെ, അതുകൊണ്ടാണ് അടിസ്ഥാനപരമായ ഇത്തരം കാര്യങ്ങൾ എല്ലാ മറ്റു വിഷയങ്ങൾ എടുക്കുന്നതിന് മുമ്പ്, ആത്മീയ വിഷയങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഈ ബൈബിളിനെ കുറിച്ച് ഇങ്ങനെ പഠിക്കാനും പഠിപ്പിക്കാനും ആരംഭിക്കുന്നതിന്റെ കാര്യം ഉറച്ചതിന് ശേഷം, അതായത് ഒരു ഫൗണ്ടേഷൻ, നമ്മൾ അറിയാലോ, ഒരു വീട് നിർമ്മിക്കുമ്പോൾ ഫൗണ്ടേഷൻ ഉറപ്പിച്ചിട്ടാണ് അതിന്റെ മുകളിലേക്ക് ഫൗണ്ടേഷന്റെ അത്രയും തന്നെ ശക്തമല്ലാത്ത കല്ലുകൾ വെച്ചാണ് വീട് നമ്മൾ പണിയുന്നത്. എന്നാൽ ഫൗണ്ടേഷൻ അതിശക്തമായ കല്ലുകൾ ഉപയോഗിച്ചാണ് പണിയുന്നത്, ഒരിക്കലും തകരാത്ത വിധത്തിൽ. നമ്മുടെ വിശ്വാസം ഉറയ്ക്കണമെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ബൈബിൾ വാചനങ്ങള് അതിശ്രേഷ്ഠമാണെന്നും അതുല്യമാണെന്നും ഇതിന്റെ സ്ഥാപകൻ അതുല്യനാണെന്നും ഉള്ള ബോധ്യം നമുക്ക് വേണം. അതിനുവേണ്ടിയാണ് ഇത്തരം ക്ലാസ്സുകൾ നമ്മൾ എടുക്കുന്നത്. ഒരു ക്ലാസ് കൂടെ നമുക്കൊരു പക്ഷേ ബൈബിളിനെ കുറിച്ച് വേണ്ടി വരും. അതിന് നമുക്ക് ഒരുങ്ങാൻ പ്രാർത്ഥിക്കാം. അടുത്ത ഞായറാഴ്ച ഞാൻ യാത്രയിലായിരിക്കും എന്ന കാര്യം, രാവിലെ ട്രെയിൻ യാത്രയിലായിരിക്കും. അതുകൊണ്ട് ഒരു ഞായറാഴ്ച എനിക്ക് ഒഴിവ് തരണമേ എന്ന് പ്രത്യേകം നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. അതിനടുത്ത ആഴ്ച നമുക്ക് പിന്നെയും ഈ പഠനം തുടരാം. അപ്പൊ അടുത്ത ഞായറാഴ്ച രാവിലെ ക്ലാസ് എടുക്കാൻ വേണ്ടി നിങ്ങൾ വേറെ ആരെങ്കിലും ഏൽപ്പിക്കണമേ എന്ന് വളരെ സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ഉള്ളവനോർത്ത് പ്രാർത്ഥിക്കണമേ. ഒരു ബൈബിൾ പഠിപ്പിക്കുന്നതിനും ഒക്കെ ആയിട്ട് ഒരു 3-4 ദിവസത്തേക്ക് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോവുകയാണ്. പ്രാർത്ഥനയിൽ ഈ ഉള്ളവനെ ഓർക്കണമേ എന്ന് അപേക്ഷിക്കുന്നു.